അത്ഭുതം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇരുന്ന് വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് ഇന്ന് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ അഭിഷേകം എൻ്റെ മേലുണ്ട്. ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇത് കർത്താവിനാലുള്ള നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ സമയമാണ്, ദൈവപ്രവൃത്തികളുടെ സമയമാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടെ തന്നെ ഇരുന്നോണം, പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നോണം, കർത്താവെ ഇന്ന് ഞാൻ അത്ഭുതം കാണും. അങ്ങനെ തന്നെ പറ, ഇന്ന് ഞാൻ അത്ഭുതം കാണും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്താലുള്ള അത്ഭുതത്തെ ഞാൻ കാണും, ദൈവത്താലുള്ള അത്ഭുതത്തെ ഞാൻ അനുഭവിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ അത്ഭുത സാക്ഷിയായി തീരും. എൻ്റെ കർത്താവ് എന്നെ കൈവിടാത്തത് കൊണ്ട്, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ എൻ്റെ നടുവിലുണ്ട്. എന്നോട് തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു സജീവെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ സജീവെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സഹോദരിയെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. സജീവ് എന്നാണ് ഞാൻ പേര് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അമൽ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. അമൽ എന്ന് പറയുന്ന മകന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാൻ കാണിക്കുന്നു. സജീവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഒരു സഹോദരിയും കൂടെ ഉള്ളതാണ് സജീവ്. ബ്രദറെ ഇന്നാൾ ഇതുപോലെ പറഞ്ഞായിരുന്നു ആ ബ്രദർ, പിന്നെ സജീവ് എന്ന് പറഞ്ഞൊരു ബ്രദർ ദൈവത്തെ അറിഞ്ഞിട്ടില്ലായിരുന്നു, സഹോദരിയും ഉണ്ട്. അപ്പോഴാ സജീവിന്റെ ഭാര്യ യേശുപ്പനെ അറിഞ്ഞതാണ്. ഭയങ്കര ഒബ്ജക്ഷനായിട്ട് നിൽക്കുവാണ് ഈ ഒരു സഹോദരൻ. ചർച്ചിൽ വരാനൊന്നും സമ്മതിക്കത്തില്ല. ഈ ഇദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹം അറിയാതാണ് പ്രാർത്ഥിക്കുന്നത്. ഇവർക്കൊരു സഹോദരി ഉണ്ട്, ഈ വീടിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ആണല്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കർത്താവ് ഇന്ന് വലിയ പ്രവർത്തികളാണ്. അമലെന്ന് പറഞ്ഞ് മോനായിട്ടുള്ള മോനുള്ളതാരാ? അമല് മോനല്ല, അമല എന്റെ മോനാണ് ബ്രദറെ. ആ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം കർത്താവ് ഇന്ന്. ആ കുടുംബത്തിൽ എന്നെ കാണിക്കുന്നത് ഈ അമല് ഇരിക്കുന്ന ഈ ഭവനത്തിൽ, അമലുള്ള ഭവനത്തിൽ ഞാൻ കർത്താവ് എന്നെ കാണിച്ചത് വീടിൻ്റെ മുമ്പിലായിട്ട് ഒരു ബൈക്ക് ഇരിക്കുന്ന ഒരു കാഴ്ച. എന്നെ ബൈക്കും ഉണ്ട്, ആ വീടിൻ്റെ മുമ്പിൽ ഒരു കാറും കൊണ്ടുവച്ചിട്ടുള്ളൊരു വീടാണ് ഞാൻ കാണിക്കുന്നത്. രണ്ടും ബൈക്കും കാറും വെച്ചിട്ടുള്ളൊരു വീടാണ് ഞാൻ കാണുന്നത്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു. ആരുടെ വീടാ അത്? എന്റെ വീടാണ്. ഏറ്റെടുത്ത കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഇന്ന് കുടുംബത്തിന്റെ മേൽ വലിയ പ്രവൃത്തികളെ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. വൻ കാര്യങ്ങളെ ഇന്ന് കർത്താവ് ചെയ്യും. ഇന്നെല്ലാവരും ഞാൻ പറയാം, തുടക്കത്തിലെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തുടക്കത്തിലെ നമുക്ക് ഈ ഒരു കൃപാവര ശുശ്രൂഷയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഫെബ്രുവരിയിലെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് എറണാകുളത്ത് നമ്മുടെ ഹോള് ബുക്ക് ചെയ്തു. ഹോളല്ല, ഒരു പാരിഷ് ഹോള് നമ്മൾ ബുക്ക് ചെയ്തു. പാലാരിവട്ടത്താണ്. ഇന്ന് നാളെയായിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് വരും. കൊല്ലത്ത് നമ്മുടെ ഗീതാസിസ്റ്ററും എല്ലാ സൗകര്യങ്ങളും ഒക്കെ അന്വേഷിക്കും. ഗീതാസിസ്റ്റർ കുറേ എന്താ പറയുക ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഗീതാ സിസ്റ്റർ. അപ്പം ഞാൻ ഗീതാസിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് ഈ ആഴ്ച തന്നെ അത് കൊല്ലത്തെ ഫൈനലൈസ് ചെയ്യും, കോട്ടയത്തെ അതുപോലെ തന്നെ നമ്മൾ ഈ ആഴ്ച തന്നെ എല്ലാ ഹോളുകളും നമ്മൾ 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. അപ്പം എറണാകുളത്തെ മീറ്റിംഗ് അതിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിലാണ് 18-ാം തീയതി. അപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നവർ, ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത് യൂട്യൂബിൽ പുതുതായിട്ടൊക്കെ കാണുന്നവരുണ്ട്, സൂമിൽ പുതുതായിട്ട് വരുന്നുണ്ട്, ഇവർക്ക് എല്ലാം വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. തുടർമാനമായിട്ട് കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഒരു ഭവനം തന്നെ കാണിക്കുകയാണ്. നിങ്ങളുടെ വീടിൻ്റെ ഈ പറഞ്ഞ അടയാളം കർത്താവ് കാണുന്നത് ഈ വീടിൻ്റെ പുറത്ത് ഗേറ്റ്, അതായത് ഈ വീട് വിട്ട് പുറത്തിറങ്ങി ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നമ്മുടെ പഴയ പോലെ ഈ തുളസിത്തറ പോലെയുള്ള ഒരു കെട്ട് നമുക്ക് കണ്ടില്ല. തുളസിത്തറ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന ചില പഴയ മോഡൽ ഭവനങ്ങളുണ്ടല്ലോ.
അതേപോലെയുള്ള ഒരു പഴയ വീട് ഓപ്പോസിറ്റ് വീടിൻ്റെ പുറത്തിറങ്ങി നിങ്ങൾ നേരെ കാണുന്നത് ആ വീടാണ്. ആ വീടിൻ്റെ മുമ്പിൽ ഇതേപോലെ തുളസിത്തറ പോലത്തെ ഇപ്പോൾ അത് തുളസി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ തുളസിത്തറ പോലത്തെ ഒരു തിട്ട ആ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ പണിത് വെച്ചേക്കുന്ന ഒരു വീട് ഉള്ള ഒരു സ്ഥലം എന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതായത് ഞാൻ ഈ പറഞ്ഞ വീട്ടുകാർ പുറത്തോട്ടിറങ്ങിയ കാണുന്നത് ഈ തുളസിത്തറയുള്ള വീടാണ് കാണുന്നത്. ഞാൻ ആ ഒരു ഭവനത്തെ നോക്കിയിട്ട് കർത്താവിനോട് പറയുകയാണ്, നിങ്ങൾ മുഖാന്തരം ആ ഭവനത്തെ യേശു ക്രിസ്തു സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഇത് കാണുന്നത്. ഞാൻ ആ വീട്ടിൽ നോക്കുന്ന സമയത്ത് കർത്താവിനെ കാണിക്കുന്ന 5 അംഗമുള്ള കുടുംബമാണ് ഈ ഓപ്പോസിറ്റുള്ള വീട്, പറഞ്ഞ വീട്. 5 അംഗങ്ങൾ ആ വീട്ടിലുണ്ട്. ആ കർത്താവ് ആ ഭവനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് വേർതിരിക്കും. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, നിങ്ങളുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുക. ആ വീട്ടിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ദൈവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വഴി തുറക്കും. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന വ്യക്തികൾ അത് ആമേൻ പറഞ്ഞിട്ടെടുത്താൽ ദൈവം നിങ്ങളെ അവരുടെ അനുഗ്രഹത്തിനായി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹത്തോടെ തന്നെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിച്ച സമയത്ത് നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. വചനങ്ങൾ തുടർമാനമായിട്ട് നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കീവേഡ് ഞാൻ ചോദിക്കും. ഇതെന്താന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നാവിനെ തിരികെ സ്റ്റീറിങ്ങിനെ തിരിക്കുക. ആമേൻ. അപ്പം നമ്മൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി, നാവ് ഒരു സ്റ്റിയറിംഗ് ആണ്. നാവ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ ദിവസങ്ങളിൽ ഒത്തിരി ആൾക്കാരോട് സംശയം ചോദിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് ഒത്തിരി അനുഗ്രഹമാണ്. കാരണം നിങ്ങൾ ഈ സംശയം ചോദിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ആ വചനങ്ങളെപ്പറ്റി പഠിക്കുവാൻ ഇടയാകുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളുടെ സംശയങ്ങൾ ഏറ്റവും അനുഗ്രഹമാണ്. സംശയങ്ങൾ എനിക്കൊരിക്കലും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാലും സംശയം ചോദിക്കാതിരിക്കേണ്ട. നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ കൂടുതൽ വചനത്തിൻ്റെ പഠനത്തിലേക്ക് പോകാൻ കർത്താവ് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടതിൽ നമ്മുടെ വചനം എന്ന സ്റ്റീറിംഗ് അല്ലെങ്കിൽ നാവ് എന്ന സ്റ്റീറിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള വചനം പ്രഖ്യാപിക്കുകയും ഇവർ ഒരിക്കലും ശരിയാകത്തിൽ നിന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റീറിംഗ് വെട്ടിക്കുന്ന ഒരാളെ പോലെയാണ്. ഒരു കാർ ഓടിക്കുമ്പോൾ, ഒരു ബസ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിലെ ഡ്രൈവർ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ബസ് ഓടിച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഡ്രൈവർ സ്റ്റീറിംഗ് വെട്ടിച്ചുകൊണ്ടിരുന്നാൽ എന്നാ സംഭവിക്കും? അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പല വിശ്വാസിക്കും ഈ വണ്ടി പോയി ഇടിക്കുന്നതിൻ്റെ കാരണം, സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ കാരണം ഈ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്നതുകൊണ്ടാണ്. അനുഗ്രഹം പ്രാപിക്കുമെന്ന് വചനം കൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞാൽ ആ വാഗുകൊണ്ട് വേറൊന്നും പറയാൻ പോകരുത്. ആ വാഗുകൊണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ് അബദ്ധത്തിൽ വന്നാൽ, സ്റ്റീറിംഗ് ഒന്ന് വെട്ടിച്ചാൽ ഉടനെ ബ്രേക്ക് ഔട്ടുക, വണ്ടി നിർത്തുക, വീണ്ടും എന്ത് ചെയ്യുക? സ്റ്റീറിംഗ് തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? വാഗുകൊണ്ട് അബദ്ധം പറ്റിപ്പോയ കർത്താവിനോട് ക്ഷമിക്കണം. കാര്യം ഞാൻ പറഞ്ഞാൽ സംഭവിക്കും. ഞാൻ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഗതി പിടിക്കത്തില്ല. കാര്യം നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭാവിക്കട്ടെ. ജീവനും മരണവും നിൻ്റെ നാവിൻ്റെ അധികാരത്തിൽ. മറന്നു പോകരുത്. ഞാൻ പറഞ്ഞാൽ സംഭവിക്കും. ബൈബിളിൽ പറഞ്ഞ് നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. പേടിക്കണ്ട, അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മറ്റൊരു വിഷയമാണ്. തുടർമാനമായിട്ട് നമ്മൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടി പോവാണ്. പരിചിതമായ വാക്യമായിരിക്കും. എപ്പോഴേലുമൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൺഡേ അല്ല, ഒരു സാറ്റർഡേ നമ്മൾ സംശയങ്ങൾ, പിന്നീട് നമുക്കത് പറ്റിയില്ല, ഒന്നും കൂടെ അതൊന്ന് ചെയ്യണം. എല്ലാ ശനിയാഴ്ചകളിലും അല്പനേരം നമ്മൾ പറ്റിയാൽ ഈ ശനിയാഴ്ച ഞാൻ നോക്കട്ടെ, എൻ്റെ സമയങ്ങളോട് നോക്കിയിട്ട് നമുക്കൊന്ന് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാൻ നമ്മൾ കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് വന്നൊരു സംശയമാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ കൊരിന്ത്യലേഖനം പഠിച്ചപ്പോൾ നമ്മൾ 1, 2, 3, 4 കൊരിന്ത്യർ ഇങ്ങനെ 5 വന്ന് 6 എത്തിയപ്പോഴാണ് ഈ വചനം പിന്നെ കണ്ണിപ്പെട്ടത്. അപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഈ വാക്യം ഒന്ന് ധ്യാനിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ കർത്താവ് ഇന്ന് ഇതിൻ്റെ അകത്ത് ചില ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ കൂട്ടായ്മ. എത്ര പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഈ വാക്യം? ഇണയില്ല, പിണ കൂടരുതെന്ന് കേട്ട എത്ര പേരുണ്ട്? സഹോദരി അത് ചോദിച്ചിരുന്നു, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. സഹോദരി ആ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണിത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങൾ താഴേക്ക് വായിച്ച് വരുമ്പോഴേക്കും പറയുന്നുണ്ട്,
ഓരോരോ കാര്യങ്ങൾ പൗലോസ്ലീഹ പറയുകയാണ്. നീതിക്കും അധർമ്മത്തിനും എന്ത് ചേർച്ച, വെളിച്ചത്തിനും ഇരുട്ടിനും. അതായത് വെളിച്ചത്തിന് ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറിക്കകത്ത് മുഴുവൻ ഭയങ്കര ഇരുട്ടാണ്. ഭയങ്കര ഇരുട്ട് വരുമ്പം നിങ്ങൾ ഓടി വന്ന ഉടനെ ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഇടുക. സ്വിച്ച് ഇട്ട ഉടനെ അവിടെ എന്താ സംഭവിക്കുന്നത്? നോർമലായിട്ട് എന്താ സംഭവിക്കുന്നത്? അപ്പം നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് വെളിച്ചം അവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുക എനിക്ക് കുറച്ചും കൂടെ ഇരുട്ട് കിട്ടിയിരുന്നെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഒരിച്ചിരി ഇരുട്ട് കിട്ടിയിരുന്നെങ്കിൽ പറ്റുമോ? ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് എന്ത് കിട്ടത്തില്ല? ഇരുട്ട് കിട്ടത്തില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്? വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ട് പറ്റത്തില്ല. ഒന്നെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്. അപ്പോൾ ഇവിടെ പറയാണ് വെളിച്ചവും ഇരുളും തമ്മിൽ ചേരത്തില്ല. അതേപോലെ തന്നെ അവിശ്വാസി ഇണയില്ലാപ്പിട. അപ്പോൾ അവിശ്വാസി ഇണയില്ലാപ്പിട എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ചേരത്തില്ല. വെളിച്ചമുള്ള റൂമിൽ ഇരുട്ടിന് പ്രവേശിക്കാൻ പറ്റത്തില്ല, ഇരുട്ടുള്ള റൂമിൽ വെളിച്ചത്തിനും പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ, ഒന്നെങ്കിൽ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ച്. താഴെ പിന്നെയും പറയും ക്രിസ്തുവിനും ബെലയാമിനും തമ്മിൽ. ബെലയാം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ദുർമന്ത്രവാദി. നമ്മൾ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, ബെലയാമിനെ പറ്റി പറഞ്ഞിരുന്നു. ദുർമന്ത്രവാദിയായ ഒരു മനുഷ്യനായിരുന്നു ബെലയാം. അപ്പം ബെലയാമിനെ പറ്റി നമ്മൾ കേട്ടിരുന്നു. അപ്പം ഒരിക്കലും ദൈവത്തിനെയും കൂടോത്രക്കാരനെയും ഒരേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സേവിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ കർത്താവിനെ അല്ലെങ്കിൽ അന്യ എന്താ പറയുന്നത് ദേവന്മാരെ. ഇതിലേതിലും ഒന്നേ പറ്റത്തുള്ളൂ. അടുത്ത വാക്യത്തിൽ പറയുന്ന വിശ്വാസിക്കും എന്ത് ഇവിടം പോലാണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നത്. വിശ്വാസിക്കും എന്ത് ഓഹരി. അടുത്ത വാക്യത്തിൽ പറഞ്ഞ ദേവാലയത്തിന് വിഗ്രഹത്തോടെ. അപ്പോൾ ദേവാലയത്തിൽ വിഗ്രഹങ്ങൾ പാടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അത് കേട്ടോ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. അപ്പോൾ നിങ്ങളുടെ ദേവാലയത്തിൽ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയി നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴിയിൽ പോകുന്നവരല്ല. ഈ വചനം നോക്കിയ ബൈബിളാണ് ഞാൻ ഈ പറയുന്നത്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, നാം അവരിൽ വസിക്കേണ്ടതിന് നമ്മുടെ ഇടയിൽ ചെയ്യുന്നത് എന്തെല്ലാം. ഇനി അടുത്ത വാക്യത്തിൽ പറയുന്നു അവരുടെ നടുവിൽ നിന്നും വേർപെട്ടിരിപ്പിൻ. അപ്പം നിങ്ങൾ കുറേ കേട്ടുള്ള വാക്കായിരിക്കും വേർപാട് എന്നൊരു വാക്ക്. എത്ര പേർ കേട്ടിട്ടുണ്ട്? ആ വാക്ക് കേട്ടിട്ടുണ്ട്, വേർപാട്. കേട്ടിട്ടുണ്ടോ ആ വാക്ക്? ആരും കേട്ടിട്ടില്ലേ? ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന വാക്കാണ് വേർപാട്, ഇണയില്ല, പിണക്കൂടരുത്. ഇത് രണ്ടും ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വേർഡാണ്. നിങ്ങളിവിടെ ഒറ്റ വാക്ക് ഞാൻ തീർക്കാം. അപ്പോൾ വിശ്വാസിക്കും തമ്മിൽ എന്ത് യോഗ്യത അല്ലെങ്കിൽ എന്ത് ഓഹരി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുവൻ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കണം, വിശ്വാസിക്കും ഇണയില്ല, പിണക്കൂടരുത്. അപ്പം നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. നിങ്ങളുടെ അയൽവക്കത്തെ ആൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇപ്പുറത്തെ വീട്ടുകാരൻ യേശുവായിട്ട് ഒരു നിരീശ്വരവാദിയാണ്, ഇപ്പുറത്തെ വീട്ടുകാരൻ മന്ത്രവാദിയാണ്, ഓപ്പോസിറ്റ് വീട്ടുകാരൻ മറ്റേതോ ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്, പുറകിലത്തെ വീട്ടുകാരൻ ഒരു ബന്ധമില്ലാത്ത ആളാണ്, മദ്യപാനിയാണ്. നിങ്ങൾ മാത്രം യേശുവിനെ കൂട്ടുപിടിച്ചു. ആ ഏരിയ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരോട് പോയി കൂട്ടുകൂടും? ഒന്ന് പറ. കഴിഞ്ഞ ദിവസം സംശയം തീർത്തവർ പറയല്ലേ, മിണ്ടായിരുന്നോളൂ നിങ്ങളെ. ആരോടും കൂട്ടുകൂടില്ല. നിങ്ങൾ ആരോടും കൂട്ടുകൂടത്തില്ല. നിങ്ങൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം. നമ്മൾ എന്ത് ചെയ്യത്തില്ല? കൂട്ടുകൂടത്തില്ല. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് കൂട്ടുകൂടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് പറയുന്നുണ്ട് നമ്മൾ ഇണയില്ല പിണ കൂടരുത്. ശ്രദ്ധിച്ചോണം, ഇണയില്ല പിണ കൂട. ഞാൻ അടുത്ത ദിവസം വേറൊരു വാക്യം എടുക്കുന്നുണ്ട്. ഞാൻ ആ പൊട്ടച്ചൊല്ല് കളിവാക്കുന്നൊരു വാക്യമുണ്ട്. അത് അടുത്ത ദിവസം ഞാൻ ആ വാക്യം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ വാക്യം എടുക്കായിരുന്നു. അപ്പോൾ അവിശ്വാസിയും അപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം മുഴുവനും അവിശ്വാസികളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങാതെ, നിങ്ങൾ ആ വ്യക്തിയെ നോക്കാതെ അവരുമായിട്ട് നിങ്ങൾ ഒരു സംസർഗത്തിനും പോകരുത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്നാൽ പൗലോസ്ലീഹ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ബൈബിൾ ഒരു പസില് പോലെയാണ്. ഒരു വചനത്തിൻ്റെ ഉത്തരം നമ്മൾ ഈ തപ്പുന്നത് പോലെ ഇതിൻ്റെ എണ വേറൊരു സ്ഥലത്താണ് കിടക്കുന്നത്. ഇനി 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത് 1 കൊരിന്ത്യർ 5-ന്റെ ബാക്കിയായി ഇത് പറഞ്ഞു വരുന്നത്. ഇവിടെ നോക്കി, ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികയോടോ പിടിച്ചുപറിക്കാരനോടോ വിഗ്രഹാരാധനയോടോ അരുത് എന്നല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ നോക്കിയേ.
നിങ്ങൾ ചിന്തിച്ചില്ല, അപ്പുറത്തെ വീട്ടുകാരൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല, മദ്യപാനും വെറുക്കുത്തുകാരൻ, ഇപ്പുറത്തെ വീട്ടുകാരൻ എന്താ പറയുന്നത് വിഗ്രഹാരാധന, ഓപ്പോസിറ്റ് വീട്ടുകാരൻ എന്താണ് യേശുവിനെ അറിയാത്തവൻ, പുറകത്തെ വീട്ടുകാരൻ യേശുവിനെ ചീത്ത പറയുന്നവൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ അകത്ത് പെരക്കകത്ത് നിങ്ങൾ അടച്ചിട്ടിരിക്കണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, അത്യാഗ്രഹി, പിടിച്ചുപറിക്കാരൻ, വിഗ്രഹാരാധന. അപ്പം വിഗ്രഹാരാധന നമുക്കറിയാലോ എന്താ, വിഗ്രഹത്തെ ആരാധിക്കുന്നവർ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വാക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ലോകം വിട്ട് എന്ത് ചെയ്യണം? കണ്ടോ? അങ്ങനെയാണ് നിങ്ങൾ വീട് വിറ്റിട്ട് എന്ത് ചെയ്യണം? മരുഭൂമിയിൽ പോയി താമസിക്കണം, അല്ലെ കാട്ടിൽ പോയി താമസിക്കണം. അതാ പൗലോസ് പറഞ്ഞത്. അപ്പൊ പൗലോസ് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്, ഇണയില്ലാപ്പിണ കൂടരുതെന്നും അവിശ്വാസിയോട് കൂട്ടുകൂടരുതെന്നൊക്കെ അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ പൗലോസ് തന്നെ പറയണം. അതാ പറഞ്ഞ ഒരു വാക്യം നമ്മൾ നോക്കുമ്പം അതിൻ്റെ ഇണ എവിടെയാന്നുള്ളത് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞില്ല, ഈ ബൈബിൾ ഇങ്ങനെ തുടർച്ചയായിട്ടൊരു പുസ്തകമാണ്. ഒരധ്യായത്തിൻ്റെ കണക്ഷൻ ഇങ്ങനെ ഈ 66 പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ഈ ബൈബിള്. അപ്പം ഈ ലോകത്തിലെ പിടിച്ചുപറിക്കാരനോടല്ല, വിഗ്രഹാരാധനയോടല്ല, എങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഞാൻ താഴേക്ക് വരുമ്പോൾ പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് കൂടാൻ പറയുന്നത്? ശ്രദ്ധിച്ചോണം. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂടണം. ഇപ്പം ഞാൻ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുത്തൻ കള്ള് കുടിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഇപ്പോൾ ബാറിൽ ഇരുന്നുകൊണ്ട് നിങ്ങളും കള്ള് കുടിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്തെ വീട്ടുകാരൻ കൂടോത്രം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ പോയി കൂടോത്രം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പുറത്തെ വീട്ടുകാരൻ വിഗ്രഹത്തെ ആരാധിക്കും, അവൻ്റെ ഒപ്പം പോയി വിഗ്രഹത്തെ ആരാധിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവൻ്റെ കൂടെ കൂടുമ്പോൾ നിങ്ങൾ അവനോട് യേശുവിനെ പറ്റി പറയണം. അവൻ തകർന്നിരിക്കുമ്പം അവനൊക്കെ നശിക്കാനുള്ളവൻ, കുടിച്ച് ചാകട്ടെ, അവനൊക്കെ മന്ത്രവാദികൾ, അവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കാതെ അവനെ കാണുമ്പോഴൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനോട് സംസാരിക്കുമ്പോഴൊക്കെ യേശുവിനെ പറ്റി പറയുവാൻ നിങ്ങൾ അവസരങ്ങളെ ഒരുക്കണം. കാര്യം നിങ്ങൾ മുഖാന്തരം മാത്രമേ അവന് രക്ഷയുള്ളൂ. നിങ്ങൾ മുഖാന്തരം മാത്രമേ ഉള്ളൂ അവനെ രക്ഷിക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശക്തരാണ്. ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തു സക്കായി എന്ന് പറയുന്ന ചുങ്കക്കാരനായ വ്യക്തിയുടെ വീട്ടിലേക്ക് വന്നു. മരത്തെ കീറുന്ന യേശുവിനെ കാണാൻ വേണ്ടി പുള്ളി മറഞ്ഞിരുന്നു. കർത്താവ് ആ മരത്തിൻ്റെ ചൂട്ടി വന്നിട്ട് പറഞ്ഞു, സക്കായിയെ, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യുന്നു? ഇന്ന് നിന്നോടൊപ്പം ആഹാരം കഴിക്കും, അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? അവിടെ വന്ന സമയത്ത് ശിഷ്യന്മാർക്കൊക്കെ ഒരു മുറുമുറുപ്പുണ്ട. കാര്യം എന്തുവാണ്? ഇവർ പഠിച്ചേക്കുന്ന ന്യായപ്രമാണ പ്രകാരം ചുങ്കക്കാരൻ പാപികളാണ്, ഇവരുടെ വീട്ടിൽ പോകരുത്, ഇവരുമായിട്ട് കൂട്ടുകൂടരുത്. യേശുവാണെങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് ശിഷ്യന്മാർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക മനസ്സിൽ, ഇവർ സങ്കീർത്തനം ഒന്നിങ്ങനെ പറയുമായിരിക്കും, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിലിരിക്കാതെയും. ഇങ്ങനെ ഈ സങ്കീർത്തനമൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഇവർ. പെട്ടെന്ന് യേശു അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചപ്പം യേശു ചോദിച്ചില്ല, ചുങ്കക്കാരാ, എനിക്കും കൂടെ ഒരു ഷെയർ തരാവോ? ഞാനും നിൻ്റെ ബിസിനസ്സിൽ ഒന്ന് പങ്കാളിയാകട്ടെ, എനിക്കും കൂടെ ഈ ബിസിനസ് ഒന്ന് പഠിപ്പിച്ചു തരാമെന്നല്ല പറഞ്ഞത്. യേശു അവൻ്റെ വീട്ടിൽ ഇരുന്നപ്പം അവന് മാനസാന്തരമുണ്ടായി. അവൻ തന്നെ പറഞ്ഞു. എന്നാ അവൻ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ബൈബിൾ വായിച്ചവർക്ക്? യേശു വന്ന വീട്ടിൽ അവൻ എന്നാ പറഞ്ഞത്? കണ്ടോ, ഞാൻ ചതിച്ചും പിടിച്ചും വാങ്ങിയതിൻ്റെ ഇരട്ടി യേശു വല്ലതും പറഞ്ഞു? യേശു അവനോട് നീ പിടിച്ചു പറിച്ചു മേടിച്ചതിൻ്റെ ഒക്കെ ഇരട്ടി കൊടുക്കാൻ കർത്താവ് പറഞ്ഞോ ഇല്ലയോ? നിങ്ങൾ പറ. ഇല്ല. യേശു ആ വീട്ടിൽ വന്നപ്പോൾ തന്നെ പാപിയായ അവന് മാനസാന്തരം വന്നു. കണ്ടോ, യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പോകേണ്ട ഇടത്തേക്ക് നിങ്ങളെ അയക്കുവാ ഞാൻ. അപ്പം ഇതേപോലെ അനേകരെ രക്ഷിക്കുവാൻ യേശു നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു വീട്ടിൽ കാല് കുത്തിയാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇന്ന് എൻ്റെ മാത്രമല്ല നിങ്ങളുടെ മേലും ഞാനൊരു വീട്ടിൽ കാല് കുത്തിയാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ മേലുള്ള അനുഗ്രഹം അതാണ്. നിങ്ങളുടെ മേലും അങ്ങനെ, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ മേലും അങ്ങനെയാണ്. ഞാനൊരു ഭവനത്തിൽ കാല് കുത്തിയാൽ ഭവനത്തിൻ്റെ സ്ഥിതി മാറിയിരിക്കും. ഇത് അഹങ്കാരമല്ല, വിശ്വാസമാണ്, അനുഗ്രഹത്തിൻ്റെ വിശ്വാസമാണ്. ഞാനൊരു വീട്ടിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ, കാര്യം ബൈബിൾ പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് കുടിക്കാൻ വെള്ളം കൊടുത്താൽ അനുഗ്രഹിക്കും. ഞാനൊരു വീട്ടിൽ കയറി വെള്ളം കുടിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. നാളെ മുതൽ ഞാൻ വരുമ്പോൾ നിങ്ങൾ ആരും കുടക്കണക്കിന് വെള്ളം എടുത്ത് വെക്കുമൊന്നും വേണ്ട. ബൈബിൾ അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മളെപ്പറ്റി ബൈബിൾ പറയും, നിങ്ങൾ ചെന്നാൽ ആ വീട്ടിലൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ പൗലോസ് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ ഈ ദുർനടപ്പുകാരനും അത്യാഗ്രഹിയെ കാണുമ്പോൾ നിങ്ങൾ അവനെ പ്രാഗി അവൻ്റെ വീട്ടിൽ പോകാതിരിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? അവനെ പിശാച് നരകത്തിൽ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഒരു ചോദ്യം, ബ്രദർ, അങ്ങനെയെങ്കിൽ ഈ ഇണയില്ലാപ്പിണ കൂടരുതെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞല്ലോ, അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. അപ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ നിന്ന് ഓടിപ്പോകണം. അപ്പോൾ ആരാണ് ഈ അവിശ്വാസി? ഇനി കേട്ടണം, ആരാണ് അവിശ്വാസി കേട്ടണം? സഹോദരൻ എന്ന് പേർപ്പെട്ടവൻ. ഒരുവൻ ദുർനടപ്പുകാരനോ
വിഗ്രഹാരാധനയോ വാവിഷ്ടക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ എങ്കിൽ അവനോട് സംസർഗമരുത്. ഇങ്ങനെയുള്ളവനോട് ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ ആരാന്നൊരു ഇണയില്ലാ പിണ ഇപ്പൊ മനസ്സിലായോ? സഹോദരനൊന്ന് പേര് പറഞ്ഞവൻ. ഉദാഹരണം പറയുക, ഇവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര പ്രാർത്ഥന, എന്നെ ബ്രദറെ എന്ന് വിളിക്കുന്നു, നിങ്ങളെ സിസ്റ്ററെ എന്ന് വിളിക്കുന്നു, സഹോദരന്മാരെന്ന് വിളിച്ചിട്ട് ഭയങ്കര പ്രാർത്ഥനയും ഹാലേലൂയ സ്തോത്രയും ബൈബിളും വായിച്ചിട്ട് അങ്ങോട്ട് മാറിയിട്ട് ബാറിൽ പോരുന്ന് ഭയങ്കര കുടിയും പാട്ടുപാടലും അവരുടെ കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് പിന്നെ വന്ന് പ്രാർത്ഥിക്കുക ഭയങ്കര, പിന്നെ കൊടുന്നുകൊണ്ട് ഭയങ്കര ബ്രദറുകളിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇനി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് മത്തായിയുടെ സുവിശേഷം 6:5 എനിക്കറിയാം, ലൂക്കോസ് എനിക്കറിയാം, പാമ്പുകളെയും തെളിവുകളെയും ശത്രുവിൻ്റെ ബലത്തെ എനിക്കറിയാം, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു. വൈകുന്നേരം ആകുമ്പോൾ കൂടോത്രക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാർ. സഹോദരൻ എന്ന് പേർപ്പെട്ടവൻ അവൻ ദുർനടപ്പുകാരനോ വിഗ്രഹാരാധനയോ വാവിഷ്ടക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മദ്യപാനിയായൊരു വ്യക്തി വന്ന് എനിക്ക് അയാളുടെ വെറുപ്പൊന്നുമില്ല. അയാൾ പറയും, എൻ്റെ ബ്രദർ എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ബ്രദറെ, എനിക്ക് എൻ്റെ കൂടെ വന്ന് ഒത്തിരി ആൾക്കാർ എനിക്കറിയാം, മദ്യപാനത്തിൽ നിന്ന് യേശു അവരെ രക്ഷിച്ച ഒത്തിരി പേര് എനിക്കറിയാം. അവരാരും വന്നിട്ട് ബലം പിടിച്ചൊന്നുമില്ല. ബ്രദറിൻ്റെ പറഞ്ഞു, ബ്രദർ എനിക്ക് ആഗ്രഹമുണ്ട് ഇതിന്ന് പുറത്ത് വരാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ നിങ്ങൾ ബലം പിടിക്കാൻ പോകരുത്, വിശ്വാസി കളിച്ച് നടക്കാൻ നോക്കരുത്. ഇവിടെ വചനം പറയുന്നു, ഇങ്ങനെയുള്ളവനോട് സംസർഗം കൂടരുത്, അവനോട് ഭക്ഷണം പോലും കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ യേശുവിനെ വിളിക്കുകയും വിഗ്രഹത്തെ ആരാധിക്കുകയും മന്ത്രങ്ങളെ വിളിക്കാൻ പോവുകയും, ചിലർ പറയത്തില്ല എല്ലാ ദൈവങ്ങളും ഒന്നാന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന, എല്ലായിടത്തും കറങ്ങി നടക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ളവരാണ് അവിശ്വാസികൾ. അങ്ങനെയുള്ളവരോടാണ് ഇണയില്ല പിണ കൂടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഇതൊരു പിശാചിൻ്റെ ട്രിക്കാണ്. നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ട്രിക്കാണത്. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഈ ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ എന്ന് ബൈബിളിൽ പറഞ്ഞു. ദൈവത്തിന് കഴിയുമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് എനിക്ക് രക്ഷ വേണം, എൻ്റെ ദൈവത്തിന് കഴിയാത്ത, നമ്മൾ ഈ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും, ഞാനിങ്ങനെ ഒരു നാട്ടുഭാഷ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം, നമ്മൾ ഈ ചോദിക്കുന്നതൊന്നും ആന കുതിര സംഭവങ്ങളൊന്നും അല്ല, വലിയ കാര്യമൊന്നുമല്ല നമ്മൾ ചോദിക്കുന്നത്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇത് ദൈവത്തിന് എത്ര നിസ്സാരമാണെന്നറിയോ നിങ്ങളുടെ വിഷയങ്ങൾ. നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ നോക്കി, യേശു ക്രിസ്തു മരിച്ച വീട്ടിൽ വന്നിട്ട് എന്ത് നിസ്സാരമായിട്ടാണ് കർത്താവ് ശരീരത്തെയൊക്കെ ഉയർപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റുമോ? ഉറങ്ങുന്ന ഒരാളെ വിളിക്കാൻ തന്നെ എന്നെ പാടാം, എത്ര നേരം തട്ടണം, എന്ന് എണീറ്റ് നമ്മൾ എന്ത് പാടുപെട്ട ഭാര്യനെയും ഭർത്താവിനെയും പിള്ളേരെയൊക്കെ എണീപ്പിക്കുന്നത്. ഇവിടെ കർത്താവ് വന്നിട്ട് മരിച്ച ആളെ വെറുതെ പേര് വിളിച്ച് എണീപ്പിക്കുക. അപ്പോൾ കർത്താവിന് എന്തോരം നിസ്സാരമാണ് മരണം പോലും. അപ്പോൾ ഇത്ര വലിയ ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മുടെ വലിയ വിഷയങ്ങളാണെന്ന് പറയരുത്. എൻ്റെ വിഷയം എന്നെ ഈ മനസ്സിൽ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയം വലിയതാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭാരം കൂടും. ഇത് എൻ്റെ ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമാണോ? എൻ്റെ ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? കർത്താവിന് ഇത് ഭയങ്കര ഈസിയാ. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നത് പോലെ കർത്താവിന് ഈസിയാണ്. അപ്പം നമ്മൾ ഇത് കിട്ടാൻ വേണ്ടി പലരും ഈ കടന്ന് ഓടുന്നത്. അവരോട് പറയണം, നിങ്ങൾ ഓടിയിട്ട് കാര്യമില്ല, വളരെ ഈസി ആയിട്ടൊരു ഞാൻ മാർഗം പറഞ്ഞാൽ, കർത്താവിൽ വിശ്വസിക്കുക. ബ്രദറെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ബ്രദറെ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ട്, ബ്രദറെ ഞാൻ നിങ്ങളെ സങ്കടപ്പെടുത്താൻ പറയുമല്ലേ കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട്, നിങ്ങൾ ചോദിച്ചാൽ ദൈവത്തിന് തരാൻ കഴിയത്തില്ലേ? നിങ്ങൾ ഇങ്ങനെയൊന്ന് വിശ്വസിച്ച്, എൻ്റെ ദൈവത്തിന് ശരി, എനിക്ക് കുറവുണ്ടായേക്കാം, എനിക്ക് ബലഹീനത ഉണ്ടായേക്കാം, ചില സ്വഭാവങ്ങൾ എനിക്ക് ഉണ്ടായേക്കാം, ചില പാപ സ്വഭാവം എനിക്ക് ഉണ്ടായേക്കാം, കർത്താവ് എന്നെ സഹായിക്കും എന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് എന്നെ കളയത്തൊന്നുമില്ല കേട്ടോ. എന്നെ അത് വെച്ചുകൊണ്ട് അങ്ങനെ കർത്താവിന് കുത്താനാണെങ്കിൽ എപ്പോഴും പത്രോസ്ലിഹായെ കർത്താവ് കുത്തത്തില്ലേ. എന്നാലും പത്രോസെ, നീ എന്നെ ഒറ്റിയ ആളാ കേട്ടോ. കർത്താവിന് വേണേൽ എന്ത് ചെയ്യായിരുന്നു? എല്ലാവരും നിൽക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്തു കൊടുക്കാൻ മേലെ. പത്രോസ്ലിഹ വലിയ സുവിശേഷം പറയുമ്പോഴേക്ക് യേശു പറയും, പണ്ട് നീ എന്നെ ഒറ്റിയ ആളല്ലേ. ഇല്ല, കർത്താവ് മൊഴി ഏൽപ്പിക്കുന്ന ആളല്ല. പിന്നെയും ചിലപ്പോൾ ചില വിശ്വാസികൾ കുത്തിയേക്കാം പത്രോസ്ലിഹാനെ. അപ്പം നിങ്ങൾ നിമിത്തം നിങ്ങളുടെ കുടുംബം യേശുവിലേക്ക് വരും. നിങ്ങളുടെ ഭർത്താവിനായിക്കോട്ടെ, ഭാര്യയ്ക്കായിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ സ്വഭാവ വൈകല്യങ്ങളോ പാപ സ്വഭാവങ്ങളോ ദുർനടപ്പോ ഉണ്ടെങ്കിൽ അവർ പിശാചാന്ന് പറയരുത്. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിമിത്തം അവർ രക്ഷിക്കപ്പെടും. അറിയാവോ? നിങ്ങൾ നിമിത്തം ആ ദേശം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇപ്പം നിങ്ങൾക്ക് ഈ വചനം മനസ്സിലായല്ലോ. അവിശ്വാസികളുടെ കൂടെ എന്നുള്ള വാക്യം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ.
മനസ്സിലായി. ഇനി നിങ്ങൾ അയൽവക്കംകാരൻ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവിശ്വാസിയാണ്, അവൻ പാപിയാന്ന് വിളിച്ച് പോകരുത്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോട് യേശുവിനെ പറയുവാൻ ഒരു അവസരമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോണം. അവൻ ദുർനടപ്പുകാരനാണ്, അവൻ പാപിയാണ്, അവൻ്റെയൊക്കെ വീട്ടിൽ എന്തിനാണ് പോകുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ ദൈവം അവനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ യേശു പറയുമ്പോൾ നോക്കിയാൽ മതി. അവിടെ പുരോഹിതനും പരീശന്മാരും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോയപ്പം വഴിയെ പോയൊരു മനുഷ്യനാണ് അവരെ രക്ഷിച്ചത്. അപ്പം നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ അയൽവക്കംകാരനെ കർത്താവ് നിങ്ങളെ തന്നിരിക്കുവാന്നേ. അവർ യേശുവിനെ അറിയാൻ വേണ്ടിയ ദൈവം നിങ്ങളെ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്, അതറിയാവോ? നിങ്ങൾ പറയും, എൻ്റെ ബ്രദറെ അവരോ എന്നെ ഉപദ്രവാന്നറിയാവോ? എൻ്റെ പൊന്നു സഹോദരൻ, യേശു അറിയാതെ അല്ല നിങ്ങളവിടെ വീട് മേടിച്ചേക്കുന്നത്. യേശു അറിയാതെ അല്ല അവിടെ വാടകയ്ക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, യേശു അറിയാതെ നമ്മൾ പറയത്തില്ല കർത്താവ് എനിക്ക് നല്ല വീട് തന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് അറിയാതെയാണോ അയൽവക്കത്ത് തന്നിരിക്കുന്നത്? ഒന്ന് നോക്കിക്കേ. കർത്താവ് നിങ്ങൾക്ക് നല്ലൊരു വാടക വീടോ നല്ല സ്വന്തമായിട്ടൊരു വീടോ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയത്തില്ല ദൈവം എനിക്ക് നല്ലൊരു വീട് കിട്ടി. അതിൻ്റെ അർത്ഥം നല്ലൊരു അയൽവക്കത്ത്. അപ്പോൾ നല്ല അയൽവക്കമൊന്നും അല്ല ബ്രദറെ, അവർ ഒരു രക്ഷയില്ല. അല്ലെന്നേ, നിങ്ങൾ മുഖാന്തരം അവരെ അനുഗ്രഹിക്കപ്പെടുവാൻ യേശുവിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ ദൈവം അവരെ കൊണ്ട് കൂട്ടി മുട്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ അവർക്കൊരു അനുഗ്രഹമാണ്, മറന്നു പോകരുത്. നിങ്ങൾ അവർക്കൊരു അനുഗ്രഹമാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്. ഈ ചിലരുണ്ട് അന്ധമായിട്ട് ആൾക്കാരെ വിശ്വസിച്ച് കുഴപ്പത്തിൽ വേണ്ട എന്നും പറഞ്ഞ് എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട. ചിലരുണ്ട് എന്ത് ചെയ്താലും പറഞ്ഞു കൊടുത്ത് അബദ്ധത്തിൽ പോയി ബ്രദർ പറഞ്ഞിട്ടല്ലേ ബ്രദറെ ഞാൻ അവർക്ക് 10 ലക്ഷം രൂപ വായ്പ കൊടുത്ത കാര്യം അവരെന്നോട് ബ്രദർ പറഞ്ഞില്ല കർത്താവ് അറിയാതെ അല്ല അവർ കുടുങ്ങിപ്പോൾ. അങ്ങനെയല്ല. ഇത് വിവേകത്തോടെ നമ്മൾ ചെയ്യണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സഹായിക്കണം. പക്ഷേ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ അവരുടെ കുരുക്കിൽ വീഴാനും അനുവദിക്കരുത്. പ്രാർത്ഥിക്കണം. കർത്താവ് എന്നെ ഉപയോഗിക്കും, കർത്താവ് എന്നെ ഉപയോഗിക്കും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാനിട. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നൊരു വീട്. ആ വീടിൻ്റെ വലതുവശത്തായിട്ട് താമസിക്കുന്ന ആലീസ് എന്ന് പറയുന്ന ഒരു അയൽവക്കമുള്ള അവിടെ 2 ആൺതലമുറയുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ വീടിൻ്റെ പുറത്തോട്ടിറങ്ങിയാൽ വലത് കൈ നേരെ നീട്ടിയാൽ കാണുന്ന വലതുവശത്തുള്ള ആലീസ് എന്ന് പറയുന്ന ഒരു വീട് കർത്താവ്, 2 ആൺമക്കളുള്ളൊരു വീടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. എന്നെ കർത്താവ് പറയുന്ന ആ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ എന്നെ കേൾക്കുന്ന ഈ കുടുംബം അടയാളം ഉള്ള ശ്രദ്ധിച്ചോണം, അടയാളം നോട്ട് ചെയ്തോണം. ഇതൊരു കർത്താവ് ഈ വചനം വെച്ചത് നിങ്ങളോട് സംസാരിക്കുകയാണ്. ആ കുടുംബത്തെ, ആ തലമുറകളെ, ആ കുടുംബത്തെ മുഴുവനും യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. വീട് അറിയാൻ വേണ്ടി ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. എനിക്കറിയാം ആ വീട്ടുകാരെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും അവർ യേശുവിലേക്ക് വരാൻ ചിലപ്പോൾ ഒരു സാധ്യത ഇല്ലായിരിക്കാം. പക്ഷേ ദൈവം അവരെ നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കും. ദൈവം നിങ്ങളെ അതിനായിട്ട് കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ എപ്പോഴാണോ അത് ആമേൻ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മേൽ ആ വാഗ്ദത്തങ്ങൾ ആക്റ്റീവാകുവാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, ഇണയില്ലാ പിണ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ വെറുക്കരുത്. നിങ്ങൾ അവരെ നേടാനുള്ളവർ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്. ഇനി നമ്മൾ കേട്ടിരിക്കുന്ന ഒരു വശത്തിലേക്ക് വന്നിട്ട് നമുക്കത് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയേ. നമ്മൾ എന്ത് ചെയ്യരുത്, വിശ്വാസി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേർപാട് അനുഷ്ഠിക്കണം. അപ്പോൾ ഇതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട പോയ വാക്യമാണ്. അപ്പോൾ ഈ വേർപാടെന്ന് നമ്മൾ വേർപെട്ടിരിക്കണം. വേർപാടെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരുമായിട്ടൊന്നും കൂട്ടുകൂടരുത്, ഇവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടരുത്, ഇവരുമായിട്ട് നമ്മളൊരു സംസർഗവും വരുത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ വെച്ചാൽ നമ്മൾ പോകത്തില്ല, അവരൊരു ചിരിച്ചാൽ നമ്മൾ ചിരിക്കത്തില്ല, അവരെ നമ്മളെപ്പോഴും പ്രാഗിയും അവർ രക്ഷപ്പെടാനുള്ളതൊന്നും അല്ല, അവരൊക്കെ നശിക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കും. പ്രിയരെ, അങ്ങനെയല്ല. പുറത്തിറങ്ങി നോക്കണം. എൻ്റെ ദൈവമാണ് അവരെ തന്നിരിക്കുന്നത്. ഇനി അവർ നാളെ, ഞാൻ പറഞ്ഞല്ലോ, അവർ നാളെ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയിരുന്ന് ആരാധിക്കേണ്ട. നിങ്ങൾ വെളിച്ചമാണ്. നിങ്ങൾ ചെല്ലുമ്പം അവരുടെ എല്ലാവിധമാകുന്ന പാപ സ്വഭാവങ്ങളും വിട്ടുമാറും. നിങ്ങളുമായിട്ടുള്ള ബന്ധം മുഖാന്തരം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളൊരു അനുഗ്രഹമാണ്, മറന്നു പോകരുത്. നിങ്ങൾ ചെന്നാലേ ആ ഭവനം രക്ഷിക്കപ്പെടത്തുള്ളൂ. അറിയാവോ? അയ്യോ ബ്രദറെ, ഞങ്ങൾക്കൊന്ന് എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത ബന്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ ആ ഭവനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ.
യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് ഇത് കേട്ടോണ്ട് മറ്റൊരു ഭവനം കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ജോർജ് എന്ന് പറയുന്ന വീടിൻ്റെ ഇപ്പം തന്നെ കേൾക്കുന്ന വ്യക്തിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇതേപോലെ തന്നെ കർത്താവ് ആ ഭവനത്തെയും നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി പോവാണ്. ജോർജിൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൈ നീട്ടി ആ ഭവനത്തെ ഒന്ന് അനുഗ്രഹിക്കണം. ആ ഭവനത്തെയും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരും. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു മതിൽക്കെട്ടൊക്കെ ഉള്ളൊരു വീടാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇന്ന് ആ ഭവനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അവരെ ഇനി എന്ത് ചെയ്യണ്ട, അവരെ ഇനി അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എതിരായിരിക്കാം, നമുക്ക് അവർ അനുകൂലമല്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എത്ര പ്രതികൂലമായാലും ദൈവം നിങ്ങളെ അവരോടൊപ്പം കൊണ്ടുവന്ന് അനുഗ്രഹ സാക്ഷിയാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പോൾ ഇണയില്ല പിണ കൂടരുത് എന്ന വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. ഈ വചനത്തെ ബന്ധപ്പെടുത്തിയാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്. ഇനിയിപ്പോൾ വേർപാട്, ഇനി ഞാൻ എന്താ വേർപാടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. വേർപാടെന്ന് പറഞ്ഞാൽ ഞാനിപ്പം യേശുവിനെ അറിഞ്ഞു. ഇപ്പോൾ യേശുവിനെ അറിഞ്ഞ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ മദ്യപിക്കുന്ന ഒരു കൂട്ടുകാരായിരുന്നു. അപ്പം അവരിങ്ങനെ മദ്യപാനത്തിന് അടിമയായിട്ടുള്ള കൂട്ടുകാരായിരുന്നു. അപ്പം അവരോടൊപ്പം യേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പം എനിക്ക് മാറ്റമുണ്ടായി. അപ്പം എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ നടുവിൽ ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് ഫംഗ്ഷനൊക്കെ പോയിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ നിർബന്ധിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട് താല്പര്യമില്ലെന്ന് പറയുമ്പോഴേക്കും ഉടനെ നമ്മൾ എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ കർത്താവ് യേശുവിൽ എനിക്കൊരു മാറ്റം ഉണ്ടായി. അപ്പോൾ എനിക്ക് യേശുവിനെ പറയാനൊരു അവസ്ഥ. അവർ ചിലപ്പോൾ കളിയാക്കിയേക്കായിരിക്കാം, അവരെന്നെ പരിഹസിച്ചേക്കാം, അവരെന്നെ ചിലപ്പോൾ അവർ ആൾക്കൂട്ടത്തിൽ നിന്നേക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്നെ വിടിവിച്ച് യേശു നിങ്ങളെയും വിടിവിക്കും. എനിക്ക് ലഭിച്ച സമാധാനം നിങ്ങൾക്കും തരും. ഇത് പറയുവാൻ കർത്താവ് എന്നെ ഇടയാക്കി. അതൊരു വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പോൾ എന്നെ സൗഖ്യമാക്കിയവൻ നിന്നെ സൗഖ്യമാക്കും. അപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ അവൻ തകർന്നു പോകുമ്പോൾ അവൻ്റെ തകർച്ചയിൽ നിങ്ങൾ ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങൾ അവനെ രക്ഷിക്കേണ്ടവനാണ്. ഇനി ഏത് രാജ്യത്തിരുന്നാലും, അയ്യോ ബ്രദറെ, എൻ്റെ അപ്പുറത്തുള്ള രാജ്യക്കാർ വേറെ ഇനിയിപ്പം ലോകത്തിൽ യൂറോപ്യൻ കൺട്രിയിലോ മിഡിൽ ഈസ്റ്റിലൊക്കെ അയ്യോ ബ്രദറെ, അവർ അറബിയൻസ് ആണ്, അവർ ഇംഗ്ലീഷുകാരാണ്, റൊമേനിയൻസ് ആണ്, അവർ സ്പാനിഷുകാരാണ്, അവർ അമേരിക്കൻസ് ആണ്. എൻ്റെ പ്രിയരെ, ദൈവമാണ് നിങ്ങളെ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ദൈവമാണ് നിങ്ങളെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെയൊക്കെ ഒന്ന് വിഷ് ചെയ്യണം. നിങ്ങൾ അവരെ സൗഖ്യമാക്കേണ്ടവരാണ്. ഞാനൊരു വാക്യം കൂടെ ഒന്ന് വായിച്ചതിന് ശേഷം, നമ്മുടെ അധികാരം കൂടെ തിരിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണല്ലോ. അതിനായിട്ട് ഒരു വാക്യം നമുക്കെടുക്കാം. അപ്പോസ്തല പ്രവൃത്തി തന്നെ ഒരു വാക്യമാണ്. ഇപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലേക്ക് ഒരു കൺഫർമേഷൻ, അപ്പോൾ ഇതിൻ്റെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശനിയാഴ്ച നമ്മൾ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ. നിങ്ങൾ ഡൗട്ട് നമ്മളോട് ക്ലിയർ ചെയ്തതാണ്, പക്ഷേ ഈ വാക്യം വന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തതാണ്. അപ്പോൾ ഇതാണ് വേർപാടെന്ന് പറയുന്നത്. വേർപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ചേഷ്ടകളല്ല. വേർപാടെന്ന് പറഞ്ഞാൽ വിശ്വാസി എന്ന് പേർ പറഞ്ഞ ഒരു വ്യക്തിയോട് അവനോട് സംസർഗം അരുതെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വേർപാട്. അങ്ങനെയുള്ളവനെ വീട്ടിൽ വിളിച്ച് കയറ്റി ആഹാരം കൊടുത്താൽ നിങ്ങൾ അവൻ്റെ പാപത്തിൽ, ഇപ്പോൾ ഒരുത്തും ദേവദാസന്മാരെല്ലാം കുറ്റം പറയുകയാണ്. 24 മണിക്കൂറും ആ ബ്രദർ കള്ളനാണ്, ആ പാസ്റ്റർ കള്ളനാണ്, ആ പുരോഹിതൻ കള്ളനാണ്, പിടിച്ചുപറിക്കാരനാണ്, അവന് ചായം എടുത്ത് ഓടിച്ചാൽ നിങ്ങളും അവൻ്റെ പാപത്തിന് പങ്കാളിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുന്നുണ്ട്, ഒരു ദൈവദാസൻ്റെ ഒരു കുറ്റവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നു. ഇനി അയാൾക്ക് കുറ്റം ഉണ്ടായേക്കാം, അയാൾക്ക് മിസ്റ്റേക്ക് പറ്റിയേക്കാം. ഞാൻ പറഞ്ഞു, സഹോദര, എന്നോട് ഇത് സംസാരിക്കേണ്ട, നമുക്ക് ഈ ടോക്ക് അങ്ങ് നിർത്തിയേക്കാമെന്ന് പറഞ്ഞു. കാര്യം എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം. അയാൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ദൈവമായിട്ട് സംസാരിച്ചോട്ടെ. നമ്മളെന്തിനത് പറയുന്നത്? നമ്മൾ അദ്ദേഹത്തെപ്പറ്റി പറയുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. അത് കഴിയത്തില്ലല്ലോ. നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ വ്യക്തിയുടെ കുറ്റം പറയാൻ പോകരുതേ. ആ വ്യക്തിക്ക് മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ ദൈവം നോക്കിക്കോളൂന്നേ. നിങ്ങൾ ആരാ തിരുത്താൻ? നിങ്ങൾ ആരാ ഷെയർ ചെയ്യാൻ? അപ്പം ഞാൻ പറഞ്ഞു, സഹോദരൻ, എനിക്ക് താല്പര്യമില്ല. ഇതാണ് വേർപാട്. ഇങ്ങനെയുള്ളവനോട് സംസാരിക്കും. അവൻ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ശരിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ചായയൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ ബൈബിൾ പറയും, നിങ്ങൾ അവൻ്റെ പാപത്തിൽ പങ്കാളിയായിത്തീരുക. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അവനെ കേട്ടോണ്ടിരുന്നാൽ മതി. നിങ്ങൾ ആ പാപത്തിൻ്റെ പങ്കാളിയാണ്. അവൻ്റെ മേൽ വരുന്ന ന്യായവിധി നിങ്ങളുടെ മേലും വന്നിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? സോറി സഹോദര, എനിക്ക് അനുഗ്രഹമാണ് വേണ്ടത്, ശാപമല്ല.
അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ എന്തെങ്കിലും കഥയാണെങ്കിലും പറയാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണം, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 5 ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവർ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവർ ഉറക്കെ നിലവിളിച്ചു പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഫിലിപ്പോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ അപ്പോസ്തലൻ ശമരിയയിൽ ചെന്നു, സുവിശേഷം പറഞ്ഞു, പുരുഷാരം കേൾക്കുക മാത്രമല്ല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സുവിശേഷം ചുമ്മാ ഞാൻ പറഞ്ഞു, എനിക്ക് പല പരസ്യോഗങ്ങൾ കൂടും ഞാൻ പറയുന്നു, നിങ്ങൾ പരസ്യോഗം ചെയ്യുന്നുണ്ടെങ്കിൽ രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. നിങ്ങൾ അവിടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി സമയം കണ്ടെത്തണം. 1 മണിക്കൂർ പരസ്യോഗം പ്രസംഗിച്ചാൽ 2 മണിക്കൂർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ ഭൂതങ്ങളെ പുറത്താക്കണം, അവർക്ക് വേണ്ടി പ്രവചിക്കണം. നിങ്ങളെക്കൊണ്ട് കഴിയും, ദൈവം അത് ചെയ്യും. ഇവിടെ നമ്മൾ നോക്കി, ശമരിയ പട്ടണത്തിൽ പോയിട്ട് സുവിശേഷം പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് പോവല്ല, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവർ ഉറക്കെ നിലവിളിച്ചു പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരെ മുടന്തരും സൗഖ്യം പ്രാപിച്ചു. ആ പട്ടണത്തിൽ വളരെ സന്തോഷം. ഞാൻ ചോദിച്ചോട്ടെ, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നില്ലായിരുന്നെങ്കിലോ? ഒന്ന് പറ. അവര് ആ ദൈവത്തെ കർത്താവിനെ അറിയില്ലായിരുന്നു, രക്ഷിക്കപ്പെടില്ല. ഉണ്ടാവില്ലായിരുന്നു. ഒരു സുഖപ്പെടില്ല. ഇനി അടുത്ത വാക്കുകൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നോക്കാവേ. എന്നാൽ ഷീമോൻ എന്നു പേരുള്ള പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം, ഒരു മന്ത്രവാദിയെ പറ്റി ആഭിചാരം ചെയ്തു. അവൻ മഹാൻ എന്ന് പറഞ്ഞ ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. അവൻ മഹതി എന്ന ശക്തിയാകുന്നെന്ന് പറഞ്ഞു അപാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു. ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവൻ ഭ്രമിച്ചിരുന്നു. ആഭിചാരം കൊണ്ട് ഏറിയ കാലം ആ ശമരിയ പട്ടണത്തെ മുഴുവൻ കൺട്രോളിൽ നിർത്തും. അവനെ പേടി എല്ലാവർക്കും, മന്ത്രവാദിനെ. വിശ്വാസി പേടിക്കുന്നത് പോലെ തന്നെ നാട്ടുകാരും പേടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവരാജ്യത്തെയും ക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവൻ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അതുകൊണ്ട് നിങ്ങൾക്ക് സ്നാനം എന്നുള്ള സംഭവം വളരെ പ്രധാനപ്പെട്ട നോക്കിയേ. സ്നാനം ഏറ്റു. സ്നാനപ്പെടണോ? ഒരു സംശയം ഉണ്ടെങ്കിൽ സ്നാനപ്പെടണം കേട്ടോ, നിർബന്ധമാണ്. സ്നാനമേറ്റു. ഷീമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റു. ശ്രദ്ധിച്ചേ, താനും വിശ്വസിച്ചു സ്നാനമേറ്റു. അപ്പൊ ആരാണ് ഈ ഷീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ? ഒന്ന് പറഞ്ഞു, ആരാണ് ഈ ഷീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ? ഫസ്റ്റ് കൂടോത്രക്കാരൻ, ചുട്ട കോഴിയെ പറപ്പിക്കുന്ന കൂടോത്രക്കാരൻ, ഒരു പട്ടണത്തെ മുഴുവൻ വിറപ്പിച്ചവൻ. ഫിലിപ്പോസ് പറഞ്ഞ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. കണ്ടോ, ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് പറയുന്നത്. നമ്മൾ ആഭിചാരക്കാരനെ കണ്ട് മുട്ടുപിറയ്ക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെയും യേശുവിൻ്റെയും ശക്തി തിരിച്ചറിഞ്ഞ ഫിലിപ്പോസ് പറഞ്ഞു, ഞാൻ യേശുവിനെ പറഞ്ഞാൽ പിന്നെ ഒരു പിശാചിനോട് ഇരിക്കാൻ പറ്റത്തില്ല. അവസാനം ഷീമോൻ എന്ത് ചെയ്തു? താനും വിശ്വസിച്ചു സ്നാനമേറ്റു. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇണയില്ലാപ്പിണ കൂടാതെ ആ ആഭിചാരക്കാരൻ അവൻ നശിച്ചു പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവനെ നേടാൻ പറ്റുമായിരുന്നു? ഇല്ല. അവിടെ ഫിലിപ്പോസ് ആ ആഭിചാരക്കാരൻ യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? യേശുവിലേക്ക് വന്നു. ഇണയില്ലാപ്പിണ കൂടരുത്, നിങ്ങൾ വേർപാട് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പെരയ്ക്കകത്ത് കയറിയിരുന്നെങ്കിൽ വല്ലതും കാണാൻ പറ്റുമായിരുന്നു? ഇല്ല. അവൻ യേശുവിനെ പറ്റി പ്രസംഗിച്ചു. അല്ലാതെ അവിടെ പോയിരുന്ന ആഭിചാരക്കാരാ എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെയും കൂടെ എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനെയല്ല പറഞ്ഞത്. സഹോദര, രക്ഷ യേശുവിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞൊരു നമ്മൾ ഒരിക്കലും അവരെ അടിച്ചേൽപ്പി. ഒരിക്കലും സുവിശേഷം, ഞാൻ പല കാര്യത്തിനുമൊക്കെ ഞാൻ ചില കാര്യത്തിന് എതിർപ്പാട്ടോ. നിങ്ങൾ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സൗണ്ട് പ്രൂഫുള്ള വീടാണെങ്കിൽ അധികം ഒച്ച വെക്കരുത്. അല്ല, നിങ്ങൾ ഇഷ്ടംപോലെ ഒച്ച വെച്ചു. സൗണ്ട് പ്രൂഫാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്തോട്ട് സൗണ്ടൊന്നും പോകത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആരാധിക്കുകയോ ഊളിയെത്തി പാട്ട് പാടുകയോ ചെയ്തു. പക്ഷേ സൗണ്ട് പ്രൂഫ് അല്ല വീട് ബ്രദർ. എൻ്റെ വീട്ടിലെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നാട്ടുകാർക്കൊന്നും ചെവിതല ഇല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ആരാധിക്കരുത്, അവന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അവിടെ ചിലർ പറയും, ബ്രദറെ ഞങ്ങളുടെ പ്രാർത്ഥന, എൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്നു, പുള്ളി പ്രാർത്ഥിക്കുന്നത് 2 മണിക്കും 3 മണിക്കും ഒക്കെയാണ്. പുള്ളി ഡ്രമ്മ് കൊട്ടി പ്രാർത്ഥിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളിയോട് പറയും, ബ്രദറെ പ്രാർത്ഥിക്കണം, ഭയങ്കര ദേശത്തിൽ എതിർപ്പാണ് എല്ലാവരും. ഞാൻ ചെന്തിന് എതിർപ്പ്? രാത്രി 2 മണിക്ക് പുള്ളിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ ഡ്രം എടുത്ത് വെച്ച് കൊട്ടി ഒറ്റ പ്രാർത്ഥന, ആ ഏരിയ ഉള്ള സകലരും എണീറ്റ് വരും. അപ്പം നമ്മുടെ പ്രാർത്ഥന ഒരു വ്യക്തിക്ക് ഉപദ്രവമാകരുത്, അനുഗ്രഹമാകണം. നിങ്ങൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന എതിരൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അഭിഷേകം വരുമ്പോൾ ആരാധിക്കുകയോ തുള്ളിച്ചാടുകയോ എന്ത് ചെയ്യും, പക്ഷേ മറ്റുള്ള വ്യക്തിക്ക് ഉപദ്രവമാകരുത്.
ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവൻ പെരയ്ക്കകത്ത് കയറി വന്നാൽ അവനെ പ്രവചിക്കുവാനുള്ള പ്രാപ്തിയിലേക്ക് നിങ്ങൾ വളരുകയും ചെയ്യണം. അവിടെ നോക്കി ഇവിടെ വചനം പറയുകയാണ്, ഫിലിപ്പോസ് അവനോട് കൂടെ വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും കണ്ടു ഭ്രമിച്ചു. അനന്തരം യെരുശലേമിലെ അപ്പോസ്തലന്മാർ ശമരിയയിൽ ഫിലിപ്പോസും ചേർന്ന് വലിയ വീര്യപ്രവർത്തനങ്ങളും നടന്നു അവൻ കണ്ടു ഭ്രമിച്ചു. ഇനി ശ്രദ്ധിച്ചോണം, താഴേക്ക് വരുമ്പോൾ കാണണം പരിശുദ്ധാത്മാവിനെ പറ്റി പറയുകയാണ് അപ്പോസ്തലൻ. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വരുന്ന സമയത്ത് ഇത് വീണ്ടും ഞാൻ എടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ആ പട്ടണത്തിൽ എന്തുണ്ടായി? വളരെ സമാധാനവും സന്തോഷവും ഉണ്ടായെന്നാണ് പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചോണം, ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. അപ്പോൾ ആ യേശുവിനെ പ്രസംഗിച്ച ഫിലിപ്പോസ് അവിടെ ചെന്നതുകൊണ്ട് ദേശത്തിൽ സന്തോഷം ഉണ്ടായി. അപ്പം നിങ്ങൾ അനേകർക്ക് സന്തോഷം കൊടുക്കുന്നവർ, നമുക്ക് എന്തുകൊണ്ടാണെന്നറിയോ ദൈവത്തെ അറിഞ്ഞിട്ടും സന്തോഷമില്ലാത്തത്? നിങ്ങൾ സന്തോഷം കൊടുക്കാഞ്ഞിട്ടാണ്. നിങ്ങൾ അനേകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വന്നിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾക്ക് ഒന്നും കൂടെ ഫ്രസ്ട്രേഷൻ വരുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി, മറ്റൊരാളോട് യേശുവിനെ പറ്റി പറഞ്ഞു നോക്കിയാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ സമാധാനം വരും. ഞാൻ ഈ എളുപ്പമാർഗ്ഗം പറഞ്ഞു തരുക, വീട്ടിൽ അനുഗ്രഹം വരാനുള്ള എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. മറ്റൊരു വ്യക്തിയോട് യേശുവിനെ പറഞ്ഞാൽ മതി. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങി. ആദ്യം കുടുംബക്കാർക്ക് വേണ്ടി കളിയാക്കുമായിരിക്കും. ഓഫീസിലുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവരുടെ യേശുവിനെ പറ്റി പറഞ്ഞ് ആദ്യം കളിയാക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വീട്ടിലെ പല വിഷയങ്ങളും അത്ഭുതമാകുമ്പോൾ ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം മനസ്സിലാക്കണം, ഇണയില്ലാ പിണ കൂടരുത്. എൻ്റെ അർത്ഥം, വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ ഈ വിഗ്രഹാരാധനയോട് പോയിട്ട് നീ കള്ളനാന്ന് പറയരുത്, അവനോട് പറയരുതെന്ന് പറയണം. അവൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കണം. അവൻ പറയും നീയും വന്നൊന്ന് വിഗ്രഹത്തെ വണങ്ങും, നിനക്ക് അത്ഭുതം ഉണ്ടാകുന്ന പറയുമ്പോൾ സഹോദര ക്ഷമിക്കണം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ, നീ ചെയ്തോ, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് വിഗ്രഹങ്ങൾ ഏതുമില്ല എന്നും പറഞ്ഞ് അവനെ അടിച്ചേൽപ്പിക്കാൻ പോരുത്. അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എനിക്കൊരു അവസരം, യേശുവിനെ പറയാനൊരു അവസരം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ഒരുക്കും. അപ്പോൾ അവനോട് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം, അവനോട് മിണ്ടണം, അവനോട് സ്നേഹത്തിൽ ഇടപെടണം. കാര്യം അവനെ യേശു നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി യേശു നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഇണയില്ലാ പിണ കൂടരുതെന്ന് പറഞ്ഞത് മനസ്സിലായോ? ഇനി എത്ര പേർക്ക് മനസ്സിലായി ആരാണ് ഇണയില്ലാ പിണ എന്ന് ഉദ്ദേശിക്കുന്ന? ആരെ പറ്റിയായിരുന്നു? കേട്ടത് വെച്ചൊന്ന് പറയാൻ പറ്റുമോ? കേട്ടത് വെച്ച്. വിശ്വാസി തെറ്റിപ്പോയാൽ വിശ്വാസിയായി ഇരിക്കുകയും ചെയ്യും, അത് കഴിഞ്ഞ് വേറെ പ്രാർത്ഥനയ്ക്ക് പോവുകയും ചെയ്യും. ജീവിച്ചിട്ട് ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ചിലർക്ക് ഇപ്പോഴും പിടികിട്ടി. യേശുവിനെ അറിഞ്ഞിട്ട് മറ്റ് മന്ത്രവാദത്തിലോ വിഗ്രഹാരാധനയിലോ പാപത്തിലോ പോയിട്ട് പിന്നെ ഓടി വന്നിട്ട് ഭയങ്കര വചനവും പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമ്പോൾ തെറ്റെന്ന് മനസ്സിലാക്കാതെ തെറ്റ് മനഃപൂർവ്വം ചെയ്യുന്നവനെയാണ് ആ വിശ്വാസി. ഇവനോട് ഇണയില്ലാപ്പണ കൂടരുതെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. മറ്റവനോട് ഇണയില്ല. മറ്റിപ്പോൾ മദ്യപാനം പറയാം, മദ്യപാനം ഒരു വ്യക്തി മദ്യപിക്കുന്നുണ്ടെങ്കിൽ അവൻ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അഡിക്ഷൻ ഉള്ളതുകൊണ്ടാണ്, അവൻ അതിനെ അഡിക്റ്റഡാണ്. അവൻ പിശാച് അവനെ അടിമയാക്കി വെച്ചതുകൊണ്ടാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ്റെ ബന്ധനം അഴിയാൻ വേണ്ടി. എന്നോട് എത്ര പേര് എന്ന് പറയും, ബ്രദർ എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല, എനിക്ക് ഈ പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവരെ വെറുക്കാറില്ല. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, എങ്ങനെ അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും. അവനെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല, അവനെ അടിമയാണ് പിശാചിൻ്റെ. അവനെ കെട്ടിയിട്ടിരിക്കും അതിൻ്റെ അകത്തുനിന്ന്. അവനെ ബന്ധനങ്ങളെ അഴിക്കാൻ നിങ്ങളെക്കൊണ്ടേ കഴിയത്തുള്ളൂ, യേശു ഉള്ള നിങ്ങളെക്കൊണ്ടേ പറ്റത്തുള്ളൂ. ഫിലിപ്പോസ് ശമരിയെ ചെന്നാലേ പട്ടണം വിടുവിക്കപ്പെടുകയുള്ളൂ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പിന്നെയും ചോദിക്കാം, നമുക്ക് പിന്നെയും അതിലൂടെ ആഴങ്ങളിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് കേട്ടതിൻ്റെ അകത്തുനിന്നും എന്തെങ്കിലും ഒരു വ്യത്യസ്തത തോന്നി എത്ര പേരുണ്ട്? മനസ്സിലായി ബ്രദറെ, മനസ്സിലായി. അപ്പോൾ ഇനി നിങ്ങൾ വേർപാടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നടക്കരുത്. വേർപാടെന്ന് പറഞ്ഞാൽ മറ്റൊരു പാട്ട് കൂട്ടുകൂടരുന്നതിൻ്റെ അർത്ഥം എന്നല്ല, അവനുമായിട്ട് കൂട്ടുകൂടണം. അവൻ്റെ പാപത്തിലോ അവൻ്റെ സ്വഭാവത്തിലോ ഇണ ചേരരുതെന്നല്ല എൻ്റെ അർത്ഥം. അവനോട് ബന്ധപ്പെടണം. അവനോട് ബന്ധപ്പെടാത്തത് ആരുമായിട്ടുള്ളത് മനസ്സിലല്ലോ. ദൈവദാസന്മാരുടെ കുറ്റവും പറഞ്ഞ് കർത്താവിനെ വിളിച്ചിട്ട് സകല വഴിക്കും പോകുന്നവരോട് സംസർഗം വരുത്. കുറ്റം പറയുന്ന വീട്ടുകാരുണ്ടെങ്കിൽ സഹോദരൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പറയും, ആ ദൈവദാസൻ കണ്ട കഴിഞ്ഞ ദിവസം ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന സ്ത്രീയുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇന്ന കാര്യത്തിൽ എന്തൊക്കെയോ വിഷയമുണ്ട്. സഹോദരൻ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ അറിഞ്ഞതല്ലേ ഇത്, നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിലോട്ട് പോവാം, നമുക്ക് കൈ കോർത്തിരുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം ഒന്ന് പറയണം. ഇനി അവരുടെ വീട്ടിൽ വെച്ചാൽ നിങ്ങളിത് പറയുന്നുവെങ്കിൽ പെട്ടെന്ന് കയ്യെ കയറി പിടിക്കണം.
എന്നിട്ട് പറയണം സഹോദരൻ ഇരിക്കുക, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആ ബ്രദറിൻ്റെ അല്ലെങ്കിൽ ആ ഉപദേശിയുടെ പാസ്റ്ററുടെ ആ പുരോഹിതൻ്റെ പേര് പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി കർത്താവേ അദ്ദേഹം തെറ്റിപ്പോയ കർത്താവേ, ഞങ്ങൾ അങ്ങനെ കേട്ട് കർത്താവേ, എൻ്റെ യേശുവേ അദ്ദേഹം തിരിച്ചു വരണപ്പാ. ഇനി അതൊരു റൂമറാണെങ്കിൽ, അതിനൊരു തെറ്റിദ്ധാരണയാണെങ്കിൽ കർത്താവെ ദൈവം തെളിയിക്കണമേ. ഈ ഒരു പ്രാർത്ഥന പറയുന്നയാളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അപ്പം തന്നെ പ്രാർത്ഥിച്ചോണം. അല്ലെങ്കിൽ പറഞ്ഞ അയാൾക്ക് താല്പര്യമില്ല, പറഞ്ഞ സഹോദരൻ എന്നോടൊക്കെ എനിക്ക് കേൾക്കേണ്ട സഹോദരൻ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കേട്ടത് കൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു ദേവദാസനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ കേട്ടാൽ ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിക്കും. അയാൾക്ക് ഇനി മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിൽ പോലും കർത്താവെ രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ശീലിക്കണം നമ്മൾ. അല്ല നമ്മൾ അയ്യോ എന്നാ വലിയ ബ്രദറായിരുന്നു അറിയാവോ, ഭയങ്കര വലിയ ബ്രദറായിരുന്നു, ഇപ്പം കണ്ടില്ലേ മൂക്കും കുത്തി താഴെ വീണത്, ദൈവത്തെ ഓർത്ത്. അത് പിശാശിൻ്റെ സ്വഭാവമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെങ്ങൾക്കോ സഹോദരങ്ങൾക്കോ മക്കൾക്കോ ഒരു അനുഭവം ഉണ്ടായാൽ നിങ്ങളിങ്ങനെ പറഞ്ഞു കിടക്കുമോ? അത് പൊത്തി വെക്കത്തില്ലേ? നിങ്ങളത് പ്രത്യേകം പ്രാർത്ഥനാ വിഷയമാക്കി പറയത്തില്ലേ? ആരോടും അറിയാതെ. ഇതേപോലെ ആയിരിക്കണം. ഒരു സഹോദരനോ സഹോദരിയോ വീണ് കഴിഞ്ഞാൽ അവനെ കുത്താൻ പോകരുത്, അവനെ രക്ഷിക്കണം. പിന്നെ മനഃപൂർവ്വം ചെയ്യുന്നവനെ സംസർഗം വരുത്, അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അതാണ് ഇപ്പോൾ പൗലോസ് ലീഗ പറഞ്ഞത്, അങ്ങനെയുള്ളവനോട് കൂടെ സംസർഗം വരുത്, അവന് വേണ്ടി അവനൊരു മാനസാന്തരം മാറണം. പക്ഷെ അവൻ്റെ പാപത്തിൽ നിങ്ങൾ കൂട്ടാളിയാകരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്ന വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് എൻ്റെ കൂടെ രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ എൻ്റെ പുറത്തിറങ്ങി നോക്കണം കേട്ടോ. ഇന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ അയൽവക്കത്തെ ഒന്ന് നോക്കണം, ഒരു ഹായിയൊക്കെ പറയണം. ചാടിക്കയറി യേശുവിനെ പറയാൻ വേണ്ടി പോകരുത് കേട്ടോ. ഓടി ചെന്നിട്ട് ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി നിങ്ങൾ പ്രസംഗിക്കാൻ പോകരുത്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു അവസരം തരണേ യേശുവേ. അവൻ എനിക്കറിയാം, ഇന്ന് ബ്രദർ പ്രസംഗിച്ചപ്പോൾ കേട്ടു, എൻ്റെ അയൽവക്കക്കാരനെ യേശുവിനെ തന്നിരിക്കുക. അവനോട് യേശുവിനെ പറ്റി പറയുവാൻ. അവൻ്റെ തകർന്ന ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് പട്ടണത്തിൽ സന്തോഷം ഉണ്ടായതുപോലെ ആ മന്ത്രവാദി മാനസാന്തരപ്പെട്ടതുപോലെ എനിക്ക് ഒന്ന് കാണണം യേശുവേ. ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ തന്നെ മാറിപ്പോകുന്നത് കാണാൻ പറ്റും. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ അയൽവക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, എൻ്റെ യേശുവേ കർത്താവിനെ സഹായിക്കണേ അപ്പം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി വാടകയ്ക്ക് പോയ സമയത്ത് എനിക്കറിയത്തില്ല, അവിടെയുള്ള പല സഹോദരും പല ആൾക്കാരും വീട്ടിൽ വരുമായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പം ഞാനോലേക്ക് എന്തിനാണ് ഇവരിങ്ങോട്ട് വരുന്നത്? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വരുമായിരുന്നു. അത് ഞാൻ ഒന്നും അറിയപ്പെടുന്ന ആളൊന്നും അല്ല, ഞാൻ ഒന്നും അറിയപ്പെടുന്ന ആളല്ല. പക്ഷേ ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളിത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വീട്ടിലോട്ട് ആൾക്കാരെ കൊണ്ടുവരും. കാര്യം ഞാനത് വിശ്വസിക്കുകയല്ലേ. കർത്താവ് എൻ്റെ അടുക്കിലേക്ക് അനേകരെ കൊണ്ടുവരും, തകർന്ന ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ദൈവം നമ്മൾ പോലും അറിയാതെ അപ്പം നമ്മൾ എന്തെങ്കിലും ഇവരെന്തിനാൻ ചിലർ നമ്മുടെ അടുത്ത് വരുമ്പോൾ കരയും, ഇങ്ങോട്ട് ഓരോ കാര്യം കരഞ്ഞു പറഞ്ഞു. എൻ്റെ കാര്യം എന്നറിയാം, ദൈവം അവരെ കൂട്ടിമുട്ടി നിങ്ങളിലൂടെ അവരെ പുറത്ത് കൊണ്ടുവരാനും സൗഖ്യമാക്കുവാനും വിടുവിക്കുവാനും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. അതങ്ങനെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം, കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് എന്നെ കാണിക്കുന്നു, ഈ ജാൻസി എന്ന് പേരുള്ള ഒരു സഹോദരിയുള്ളൊരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. ജാൻസി എന്ന് പേരുള്ളൊരു വ്യക്തി, ഞാൻ ഈ ജാൻസിക്ക് ഒരു മകളെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സൂമിലോ ലൈവിലോ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സഹോദരിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നോട് കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആരാന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് എന്നോട് കർത്താവ് നോക്കണം, ഇവർ പ്രത്യേകം ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് ആ മകളെ തൊടാൻ വേണ്ടി പോവാണ്. യേശുവിന് ഞാൻ നിങ്ങളുടെ സഹോദരിയായിട്ടാണ് കാണുന്നത്. പലപ്പോഴും വല്ലാത്തൊരു വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരു മകളായിട്ടാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ചിലപ്പോൾ ഒരു സ്വന്തം സഹോദരി ആയിരിക്കത്തില്ല, കസിൻ സിസ്റ്റർ ആയിരിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും കാണുന്ന പലപ്പോഴും ഒരു ദുഃഖമുള്ള ഒരു ഭവനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് തൊടുകയാണ്. ആ മകളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്, കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. ഞാനതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ചെറിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയുകയാണ്. ചെറിയാൻ്റെ ഭവനത്തെ കർത്താവ് എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒത്തിരി സാമ്പത്തിക കുരുക്കുകൾ ഉള്ള ഒരു ഭവനമാണ്. നന്മകൾ ഒത്തിരി നഷ്ടപ്പെട്ടു പോയൊരു ഭവനമാണ്. ഇപ്പോഴും ചില നഷ്ടങ്ങൾ സംഭവിക്കുകയും അങ്ങനെയുള്ള ചില നാശങ്ങളിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ആ കുരുക്കുകളെ കർത്താവ് ഇന്ന് മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ആ നന്മ ദൈവം തുറക്കുന്നല്ലോ.
ആ നന്മ ദൈവം ഇന്ന് അനുഗ്രഹമാക്കി കുടുംബത്തിൻ്റെ മേൽ ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ റിലീസ് ചെയ്യുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, പരിശുദ്ധാത്മാവേ ബ്രദറെ, ഞാനൊരു ഭവനത്തിൽ ഇന്ന് പോയി. ആ വീട്ടിലെ ആ മകന്റെ പേര് ചെറിയാൻ എന്നാണ്. ആ പുള്ളി മരിച്ചുപോയി. അവരുടെ മക്കളൊക്കെ അവിടെ ജീവിക്കുന്നത്. അപ്പൊ ഞാന് വേറൊരു വീട്ടിൽ പോയി പറഞ്ഞ ആ ചെറിയാന്റെ മകന്റെ മകന്റെ ഭാര്യ അതിന്റെ കാല് സുഖമില്ലാണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവർക്ക് കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് 3 ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം ഭവനത്തിൽ ഉണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അതൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നത്. ബാക്കി കാര്യമൊന്നും എന്റെ പേര് ജെസ്സി എന്നാണ്. അങ്ങനെ ഒരു ഭവനത്തിൽ ഞാൻ ഇന്ന് പോയിട്ടുണ്ട്. അവരെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും എനിക്ക് അറിയത്തില്ല. ചോദിക്കണം, ചോദിച്ചിട്ട് അവർക്ക് വേണ്ടി ഈ വീഡിയോ അവരെ കേൾപ്പിക്കണം, അവർക്ക് അയച്ചു കൊടുക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയണം. കർത്താവ് കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തിയെ ചെയ്യുവാൻ ഇടയായിത്തീരും കേട്ടോ. ഞാൻ കർത്താവ് സാക്ഷി പറഞ്ഞു. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ളതാണ് ജാൻസി എന്ന് പറഞ്ഞാൽ. അവരിപ്പോ കുറച്ച് ദിവസമായിട്ട് അവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കുന്നുണ്ട്. വീട് വാങ്ങി താമസിക്കുന്നത്. അവരുടെ മോളുണ്ട്, അത് ഗൾഫിലെവിടെയാണ്. അതൊക്കെ കൃത്യമായിട്ട് എനിക്ക് വിശ്വാസം അറിയില്ല. തൊട്ടടുത്ത് താമസിക്കുന്നതാണ്. വിശ്വാസികൾ പ്രാർത്ഥിച്ചോണം, ഇന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവ് നമ്മുടെ ദേശത്തെ നമ്മളെ തന്നിരിക്കുക. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ നടുവിലേക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിയന്ത്രണം കർത്താവ് നമ്മുടെ നടുവിൽ നിന്ന് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നപ്പാ. ഞാനൊരു ഒരു കർത്താവ് എന്നെ ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 1991 ജനിച്ച ബിബിൻ എന്നു പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. 1991 ജനിച്ച ബിബിൻ എന്നു പേരുള്ള ഒരു മകനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കുടുംബത്തിൽ നിന്ന് മരണത്തിൻ്റെ ശക്തി വിട്ടുപോകുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ആ വ്യക്തിയുടെ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് എൻ്റെ കൂടെ പറയണം, എൻ്റെ കുടുംബത്തിൽ മരണം വാഴത്തില്ല. എൻ്റെ കുടുംബത്തിൽ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ജീവൻ വാഴും എന്ന് പറയുക. കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ചെയ്യുന്നതായിട്ടുണ്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റുവാനിടയായിത്തീരും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പം, എൻ്റെ യേശുവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അങ്ങയുടെ കർത്താവ് കൃപകാൽ ആ കുടുംബത്തിൻ്റെ മേൽ ചെയ്യുന്നല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ അതോടൊപ്പം തന്നെ ഇതെനിക്കറിയാം, ഇത് നമ്മുടെ ഈ ചക്കയുടെ സീസണൊന്നുമല്ല. പക്ഷെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ചക്ക ഒരു വീടിൻ്റെ അകത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവിൻ്റെ ഒരു അടയാളം കാണിക്കുകയാണ്. വീടിൻ്റെ അകം ഞാൻ കാണുവാണ്. ഇപ്പം അതിൻ്റെ സീസണാണെന്ന് എനിക്കറിയത്തില്ല. അത് മുറിച്ച് ഇപ്പം വീടിൻ്റെ അകത്ത് അതേപോലെ തന്നെ കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ അവിടെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും കർത്താവ് നിങ്ങളെ മേൽത്തരമായ ഒന്നിലേക്ക് നിങ്ങളെ സാക്ഷ്യമാക്കി മാറ്റും. ഇന്ന് ആ കുടുംബത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അനുഭവിക്കുന്ന സകല ഭാരങ്ങളും കർത്താവ് ഇന്ന് സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് ആ കുടുംബത്തിൽ വെളിപ്പെടുന്നല്ലോ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ കർത്താവേ, വലിയ മഹത്വത്താലും വീര്യത്താലും ദൈവം ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഈ സമയത്ത് ആരും മ്യൂട്ട് മാറ്റണ്ട. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഇന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവചന ആലോചനകളുടെ വലിയൊരു ഒഴുക്ക് ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ അപ്പ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് എന്ന ഭവനത്തിൻ്റെ അകത്തുനിന്നും നിരാശകൾ വിട്ടുമാറുക. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നിരുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന. അപ്പോൾ ആരും ഇപ്പോൾ മ്യൂട്ട് മാറ്റുക, വേറെ ഒന്നിലേക്കും ശ്രദ്ധ തിരിക്കുക ഒന്നും ചെയ്യരുത്. എൻ്റെ കൂടെ ഇന്ന് ആത്മാവിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ആത്മാവി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നില്ല. ഞാൻ ഈ പൂച്ചയുടെ ഒരു ഫോട്ടോ വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കും. ഒരു പൂച്ചയുടെ ഫോട്ടോ ഇങ്ങനെ ഒരു സീനർ ഇതുപോലെ ഒരു പിക്ചർ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് ഇങ്ങനെ എന്നെ കാണിക്കുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട്
അവിടെയുള്ളൊരു പെൺ പൈതലിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കർത്താവിന് പറയുകയാണ്. ഇപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാനൊരു വാക്കിങ്ങനെ കേൾക്കുകയാണ്. അതിൻ്റെ അകത്ത് നീ നന്മയിൽ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് പലരും വിധി പറഞ്ഞൊരു ഭവനമാണ്. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു, ആ ഭവനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സാക്ഷ്യം എന്ന കുടുംബത്തിലേക്ക് ഉണ്ടാകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ ഇവിടെ കർത്താവിന് പറയുകയാണ്, വിധി പറഞ്ഞവർ കാണുക, ദൈവം നിങ്ങളെ ഉയർത്താൻ വേണ്ടി പോവാണ്. ഞാൻ ആ ചിത്രം കർത്താവിനെ എടുത്ത് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതാരാന്ന് വെച്ചാൽ നീ ഏറ്റെടുത്തോണം. ആലോചന നിങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അവർ മാത്രം മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതി. ആലോചന ബന്ധമുള്ളവർ മാത്രം. ഒരേ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് എന്ന കുടുംബത്തെ വിധി പറഞ്ഞവർക്ക് നടുവിൽ ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂട്ടത്തിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പ്രാർത്ഥിച്ചണം. എൻ്റെ രോഗം യേശു വഹിച്ചതാണ്. ഒന്ന് പറ, സൗഖ്യം എനിക്ക് ദൈവം അവകാശമായി തന്നിരിക്കുക. ആൻറ്റിബയോട്ടിക് അല്ല ദൈവം എനിക്ക് അവകാശം തന്നിരിക്കുന്നത്. എനിക്ക് ദൈവം സൗഖ്യം തിരുമുറിവിനാൽ, യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യവും സൗഖ്യം. ഒരു രോഗത്തിനും പ്രായമാകുമ്പോൾ ഷുഗറും പ്രഷറും മുട്ടുവേദനയും തലവേദനയും കാലുവേദനയൊക്കെ പറയുമ്പം വിശ്വസിക്കരുത് കേട്ടോ, വിശ്വസിക്കരുത്. ഏതൊരു രോഗവും സൗഖ്യമാണ്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ സമയത്തിന് ശേഷം ഞാൻ ചോദിക്കും, സൗഖ്യമായവർക്ക് പറയാനുള്ള അവസരമുണ്ട്. പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശം. നോക്കിക്കേ, ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. ആ രോഗം ചെക്ക് ചെയ്യുന്ന മുഴകൾ ശരീരത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവുണ്ട് പറയുകയാണ്. ഇന്ദുലേഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ആ വ്യക്തിയെ വിളിച്ച് സംസാരിക്കണം. ഇന്ദുലേഖയെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ തയ്യാറാണ്. നീ കർത്താവിൽ വിശ്വസിക്കുക. ഇന്ദുലേഖയെ എന്നോട് കർത്താവ് പറയുകയാണ്, ഇന്ദുലേഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് വല്ലാത്തൊരു ഭാരവും വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരു മകളാണ് ഇന്ദുലേഖ. എന്നാൽ കർത്താവ് ആ മകളെ തൊടുന്നതായിട്ട് ഈ കേൾക്കുന്ന ആരുമായിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയാണത്. ദൈവം അത്ഭുതകരമായ ഒരു സാക്ഷ്യത്തെ കർത്താവ് ഇന്ന് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെ മേലും കർത്താവ് ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ. അപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ ഈ ജൂലൈ 12 എന്നൊരു മാസം കർത്താവിനെ കാണിക്കണം. അതോടൊപ്പം തന്നെ 1962 എന്നൊരു വർഷം കാണിക്കുകയാണ്. ജൂലൈ 12 1962 ജനിച്ചൊരു വ്യക്തി കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട് പറയുകയാണ്. ആ ഭവനത്തിൽ ഒത്തിരി കരഞ്ഞ വ്യക്തിയാണ്, ഒത്തിരി കണ്ണുനീർ വാർത്ത വ്യക്തിയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ കരച്ചിലിൻ്റെ മൊത്തം മറുപടികളായി 2025 കയറുമ്പോൾ തന്നെ സാക്ഷ്യങ്ങളോടൊപ്പം കർത്താവ് നിങ്ങളെ കയറ്റുമെന്ന് എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതാരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇപ്പോൾ ഈ നിമിഷം തന്നെ കർത്താവെ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യല്ലേ, അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റരുത്. ഞാനാണ് 1962 ഏപ്രിൽ 22 ജനിച്ച. ഏപ്രിൽ അല്ല, ജൂൺ എന്നല്ല ഞാൻ പറഞ്ഞത്. ജൂണല്ല, ജൂലൈ പറഞ്ഞു. ജൂലൈ 12, ഏപ്രിൽ. ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞത് ഈ സമയത്ത് വരുന്ന ആലോചന നിങ്ങൾ കേട്ടോണം, നിങ്ങൾ നോട്ട് ചെയ്തോണം. എൻ്റെ ഉള്ളിൽ വരുന്ന ഫ്ലോയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ പിന്നീട് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, പിന്നീട് എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല, ഞാൻ ഓർക്കണം നിർബന്ധമില്ല. ജൂലൈ 12 അല്ലേ, ജൂലൈ 12 1962 ജനിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയാണ് കർത്താവ് തൊടുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. അടയാളങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷമേ നിങ്ങൾ പ്രതികരിക്കാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ സൂമിൽ മാത്രമല്ല, ഒരേ സമയം യൂട്യൂബിലും FBയിലും ഒക്കെ ഫേസ്ബുക്കിലും ഒക്കെ ഇത് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിലെല്ലാം ജോയിൻ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും യൂട്യൂബിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് സാക്ഷ്യം പറയുന്നതും അവരയച്ചു തരുന്നതൊക്കെ. അവരും എല്ലാമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ എൻ്റെ കർത്താവിനെ ഈ കല എന്ന് പറയുന്ന ഒരു വ്യക്തി, അയൽപക്കം കേട്ടോ, കല എന്ന പുള്ളിക്കാരിയെ വിളിക്കുന്നത്. ആ കലയെന്ന് പറയുന്ന
വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുകയാണ്. ഒരു വ്യക്തിയുടെ അയൽവക്കമാണ്, കലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുന്നു. ആ കുടുംബത്തിൻ്റെ ഈ വരുന്ന ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ ആ ഭവനത്തിലേക്ക് അയക്കും. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ അയക്കും. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, ഞങ്ങളൊന്ന് അനുഗ്രഹിക്കുന്നപ്പ. വലിയൊരു സാക്ഷ്യമാണ് പറയാൻ വേണ്ടിയാണ്. അയൽവാസിയാണ് എന്റെ. അയൽവാസി പ്രാർത്ഥിച്ചോ? അവർക്ക് ഒരുപാട് അസുഖത്താൽ അവര് കഴിയണേന്ന് അവിടെ. എന്താ അസുഖം? ഹാർട്ടിന് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയണേന്ന് ബ്രദറെ. പ്രാർത്ഥിച്ചു. കർത്താവ് സഹോദരന്റെ കരത്തിലൂടെ കലയെ സൗഖ്യമാക്കാൻ പോവാ കേട്ടോ. ഇതാണ് പ്രോമിസ്. ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി പോകണ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു. ഈ സമയത്ത് കർത്താവിന്റെ വലിയ മഹത്വം, ഒരു മിനിറ്റ് സിസ്റ്റർ, കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് ഈ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്ത് നിങ്ങളെല്ലാവരും, നമ്മൾ ഒരു നോർമൽ മനുഷ്യനിൽ നിന്നും എക്സ്ട്രാ ഞാൻ പറയുന്നത് സാധാരണക്കാരനല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ കൃപാവരങ്ങൾ. കർത്താവിൻ്റെ കൃപ ഞാൻ പറഞ്ഞ അയൽവക്കത്തിരിക്കുന്നതാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചോണേ, അമ്മയല്ല, അയൽവക്കത്തുള്ള ഒരു സഹോദരി എന്നാണ് ഞാൻ പറഞ്ഞത്. കലയെന്നുള്ളത് കർത്താവ് ഇന്ന് ഏറ്റെടുത്തോണം. എല്ലാവരും പ്രാർത്ഥിച്ചോണം. സഹോദരി പറഞ്ഞത് അത് തന്നെയാണ്. അയൽവക്കത്തുള്ള വ്യക്തിയാണ്, വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. എല്ലാവരും പ്രാർത്ഥിച്ചു. എനിക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഒരു ദിവസം ഫുള്ള് ഇതേപോലെ തന്നെ ഈ പ്രവചന ആലോചനയിലും കൃപാവരങ്ങളിലും ഒക്കെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒക്കുന്നൊരു സമയത്ത് ഇതേപോലെ ഇരിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ഞാൻ രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് സമയം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ നടുവിലുണ്ടല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ ഈ കേട്ട അടയാളങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് എല്ലാം ഓർത്തും നിങ്ങൾ അനേകരെ വിടുവിക്കുന്നവരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, കുടുംബക്കാരുടെ ഇടയിലുമൊക്കെ നിങ്ങൾ യേശുവിൻ്റെ സാക്ഷ്യം. നമ്മൾ പറയും, ബ്രദറെ എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യേശുവിനെ അറിഞ്ഞോ, നിങ്ങൾ അവർക്ക് അനുഗ്രഹമാണ്. നിങ്ങളൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥിച്ചോണം, എന്നെ ദൈവം അനുഗ്രഹമാക്കിയിരിക്കുന്നു, എന്നെ ദൈവം അനേകർക്കൊരു അനുഗ്രഹമാക്കിയിരിക്കുന്നു. അപ്പം നമുക്ക് നാളെയും ഒക്കെ നമ്മൾ തുടർമാനമായിട്ട് ഇതേ വചനചിന്തയിലൂടെ കേട്ടുകൊണ്ടിരിക്കണം. എന്താണ് വേർപാട്, എന്താണ് ഈ കാര്യങ്ങളുടെ ആഴമായിട്ടുള്ള ചിന്തകളെ പറ്റി കേൾക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ മറ്റൊരു ചിന്തയും കൂടെ നമ്മൾ ഇടയിൽ വരുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും നാളത്തെ വിഷയം, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒറ്റ മെസ്സേജ് മിസ്സാക്കില്ല. ഇതിനകത്തൊക്കെ നമുക്ക് വേണ്ട പ്രവചന ആലോചനകൾ, രോഗസൗഖ്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയം സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ സമയത്ത് വേദനയാൽ ഭാരപ്പെടുന്നവരൊന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വേദനയാൽ ഭാരപ്പെടുന്നവർ, ശരീരത്തിൽ ഏതെങ്കിലും ഒരു വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കര അവിടെ വെച്ച് ആ രോഗബന്ധം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഇങ്ങനെ യാദൃശ്യമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കാണാൻ ഇടയായി തീർന്ന ഒരു സഹോദരി പറയുന്നുണ്ട്. സഹോദരിക്ക് കൈ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സഹോദരിയായിരുന്നു. കൈ പൊക്കാൻ പോലുള്ള ബുദ്ധിമുട്ടില്ലായിരുന്നു, പറ്റത്തില്ലായിരുന്നു. ആ രോഗസൗഖ്യത്തിൻ്റെ ക്ലാസ് കേട്ട് അവസാനത്തെ പ്രാർത്ഥനയുടെ സമയത്ത് കരത്തെ ദൈവം തൊട്ടു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കൈകളെ ഇപ്പോൾ ചലിപ്പിക്കുവാൻ കഴിഞ്ഞു. കുറേ നാൾ ട്രീറ്റ്മെൻറ്റിലായിട്ട് മാറാത്തതായിരുന്നു. അടിക്ക് ആ സൗഖ്യത്തെ കർത്താവ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ തിരുമുറി, എൻ്റെ വേദന യേശു, ഇങ്ങനെ പറയാം, എൻ്റെ വേദന യേശു വഹിച്ചിരിക്കുന്നു, എൻ്റെ രോഗം യേശു വഹിച്ചിരിക്കുന്നു. ഞാൻ ആ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ തുറക്കാൻ വേണ്ടി പോവാം. യേശയ്യാവ് 53, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. ഇതാണ് മെഡിക്കൽ റിപ്പോർട്ട് കേട്ടോ. യേശയ്യാവ് 53:5 യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കും. എൻ്റെ രോഗം, എൻ്റെ വേദന യേശു വഹിച്ചു, യേശുവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നു. ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ്. സൗഖ്യമായിരിക്കുന്നു, നിങ്ങൾ സൗഖ്യമായിരിക്കും. നിങ്ങളുടെ വേദന യേശു വഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ രോഗം, നിങ്ങളുടെ മുഴകൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, ഏത് രോഗമായിക്കോട്ടെ, ബ്ലഡിലായിക്കോട്ടെ, ശരീരത്തിലെ അസ്ഥിയിലായിക്കോട്ടെ, ഏത് രോഗവും യേശു വഹിച്ചിരിക്കുന്നു. ആ വേദന ഇപ്പം തന്നെ വിട്ടുമാറുക, ശരീരം വിട്ടു മാറുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി, അങ്ങ് തൊട്ടതിന് നന്ദി, അത്ഭുതകരമായ വിടുതലുകളെ കൊടുത്തതിന് നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളോട് ഇടപെടുന്നല്ലോ. അപ്പോൾ സൂമിലും ലൈവിലും ഒക്കെ കാണുന്നതോടെ ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ വലിയ പ്രവർത്തികൾ കർത്താവ് ചെയ്യും. എപ്പോഴും പറയണം, എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാണ്. ഇത് തന്നെ പറയണം. എനിക്ക് പിശാചിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, എൻ്റെ വിധിയാന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ബൈബിൾ എന്തു പറയുന്നു എനിക്കത് കണ്ടേ പറ്റത്തുള്ളൂ. എൻ്റെ ലക്ഷ്യം വാക്കുമാറാത്ത ദൈവത്തിൻ്റെ വാക്കാണ്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷി ഒരേ ആലോചന ഒരേപോലെ വന്നവരുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞ ശേഷം പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട.
ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, അവർക്ക് ആർക്കെങ്കിലും ഇന്ന് വേദന മാറി സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ഞാൻ മ്യൂട്ട് മാറിയിട്ടുണ്ട്. പറയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ബ്രദർ കലയെന്ന് പറഞ്ഞില്ലേ, ബ്രദർ കലയെന്ന് പറഞ്ഞ വ്യക്തി, അത് ഇന്ന് അവിടെ എന്റെ ഇവിടുന്ന് അടുത്ത ജംഗ്ഷനിൽ അവര് ബിസിനസ് കടയിട്ടിരിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ അവര് കാല് എന്തോ കല്ലിലെന്തോ തട്ടി അവരെ കാല് അസുഖമായിട്ട് കുറെ ദിവസം കൊണ്ട് കിടപ്പിലായിരുന്നു. അങ്ങനെ ഇന്ന് ഫോൺ വഴി എന്റെ അടുത്ത് ഞാൻ ഫോൺ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ആ കലയെന്ന് പറഞ്ഞ വ്യക്തിയെ. ഇന്ന് ഈ ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്ക് കുറച്ച് തൊട്ട് മുമ്പ്. അപ്പൊ ആ ആലോചന ഞാൻ ഏറ്റെടുക്കണം ബ്രദർ എന്ന് പറഞ്ഞ കലയെന്ന് പറഞ്ഞ വ്യക്തിയുടെ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി. ഞാൻ പറഞ്ഞ അയൽവക്കം എന്നാണ് പറഞ്ഞത്, അത് സൗകര്യം ഏറ്റെടുത്തായിരുന്നല്ലോ. എന്നാലും പ്രാർത്ഥിക്കുക, ആ സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അത് വലിയ പ്രവൃത്തിയാക്കി മാറ്റും കേട്ടോ. ആമേൻ, സ്തോത്രം. ഒരു കാര്യം അതെ, ആലീസ് എന്ന് പറഞ്ഞൊരു ആലോചന ഇപ്പൊ പറഞ്ഞല്ല ബ്രദറെ, അത് രണ്ടാൺമക്കള് ഉള്ള കാര്യം പറഞ്ഞല്ല. ഇത് ഞാൻ ജോലി ചെയ്തിരുന്ന വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടില് ഒരു ആലീസ ചേച്ചി ഉണ്ടായിരുന്നു. അവർക്ക് 2 ആൺമക്കളാണ്. അപ്പൊ ഞങ്ങൾ അവിടെ മാറി ഇപ്പൊ വേറെ സ്ഥലത്തുണ്ട്. പക്ഷെ അപ്പൊ പാസ്റ്റർ ഇപ്പൊ അവര് ജോർജ് എന്ന് പറഞ്ഞല്ല, ഈ ആലീസിന്റെ ഹസ്ബൻഡ് ജോർജാണ്. അതാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. ഓക്കെ, അതായത് കുറച്ച് മുമ്പ് ദൈവാത്മാ സംസാരിച്ച അയൽവക്കത്തെ വീട്ടിലെ ആലീസ് എന്ന് പറയുന്ന 2 ആൺമക്കളുള്ള അല്ലേ? അതെ തന്നെ, അതെ. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് അവരുടെ അപ്പൊ ആ പേര് വെളിപ്പെട്ട 2 പേരുകളും ഈ പറഞ്ഞ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ? തീർച്ചയായിട്ടും സിസ്റ്റർ പ്രാർത്ഥിച്ചോണം. അവർക്ക് വേണ്ടി പ്രത്യേക ഇടയ്ക്കൊന്ന് വിളിച്ച് അവരെ ഒരു നമ്മൾ സുഖം അന്വേഷിക്കുന്ന പോലെ വിളിക്കുക. കർത്താവ് കേട്ട ആലോചന, ഞാനൊരു ഇങ്ങനെ പറയണം, ഞാനൊരു ബ്രദറിന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ കേട്ടതാണ് ഈ പ്രവചന ആലോചന, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞോണം, നിങ്ങളൊന്നും ചെയ്തല്ലോ. എന്നോട് ഇത് വല്ലതും പറഞ്ഞു, എന്റെ അയൽവക്കം ആലീസായിരുന്നു 2 മക്കളുണ്ടെന്നും ജോർജ് ഹസ്ബൻഡ് ആണെന്നും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ധൈര്യത്തോടെ അപ്പൊ ഈ പ്രവചന ആലോചനയുടെ ധൈര്യത്തിൽ നിന്നുകൊണ്ട് പറയണം, എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിക്കുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒരു ധൈര്യത്തോടെ പറഞ്ഞോണം. അപ്പൊ നമ്മൾ ആരും പ്ലാൻ ചെയ്തല്ല, ഇപ്പൊ ഞാൻ സഹോദരയുടെ വീട്ടിൽ വരുവോ ചോദിക്കും ഒന്നും ചെയ്തിട്ട് അല്ല. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, അവരെ വിളിച്ച് പറഞ്ഞോണം, ഈ മെസ്സേജ് അയച്ചോളൂ. അപ്പൊ കുറച്ചുകൂടെ വിശ്വാസമാവുമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എന്റെ പേര് റാണിയാണ്. റാണി എന്നാണ്. പൂച്ചയുടെ പടം ഉണ്ടെന്ന് പറഞ്ഞത് എന്റെ വീട്ടിലാണ്. ഞങ്ങൾക്കൊരു പൂച്ചയുണ്ട്, ആ പൂച്ചയുടെ പടം വെച്ചേക്കുന്നുണ്ട്. മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കല്യാണം ഒന്നും ശരിയാകാൻ വേണ്ടിയിട്ടും. പിന്നെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാനുള്ള ഒരു വിളിയുണ്ട്, പക്ഷെ എല്ലാത്തിനും നമുക്ക് മടിയാണ്. അപ്പൊ അതൊന്നും മാറാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വചനം ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് അത് വലിയ പ്രവൃത്തിയാ ചെയ്യും കേട്ടോ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, എന്റെ പേര് മിനി ശശികുമാർ എന്നാണ്. മോന്റെ പേര് ആദർശൻ എന്നാണ്. മോന് ട്രെയിനിങ്ങിനായിട്ട് ചെന്നൈ പോയേക്കുമായിരുന്നു. അപ്പൊ 2 ദിവസം ഭയങ്കര പനിയായിരുന്നു. ഇന്ന് പനി കൂടിയിട്ട് രാവിലെ സംസാരിക്കാൻ ഒന്നും വയ്യായിരുന്നു. 4 മണിയായപ്പം ഹോസ്പിറ്റലിൽ പോയി. അന്നേരം ഞാൻ അജിത സിസ്റ്ററെ വിളിച്ച് സിസ്റ്ററും ഞാനും കൂടെ ഒരു പ്രാർത്ഥിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ആശുപത്രിക്ക് ഡോക്ടർ പറഞ്ഞു ദേഹത്തെല്ലാം കുരു പോലെ വന്നിരുന്നു, ഡെങ്കി ആയിരിക്കും, ഇത് എല്ലാം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും സിസ്റ്ററും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. റിസൾട്ട് വന്നപ്പം ബ്രദറെ, മോന് ഒരു കുഴപ്പവും ഇല്ല, അവൻ്റെ പനി നോർമലായി, അവൻ നല്ലതായിട്ട് സംസാരിച്ചു. വൈകിട്ട് അമ്മ എനിക്ക് പനി എല്ലാം മാറി എന്ന് പറഞ്ഞു ബ്രദറെ. പിന്നാണെങ്കിൽ നേരത്തെ ബ്രദർ ആദർശ് എന്നുള്ള പേര് പറഞ്ഞിരുന്നു, ഞാനത് കേട്ടില്ല ബ്രദറെ. എൻ്റെ അമ്മയായിരുന്നു കേട്ടത്, ആ പേര് പറഞ്ഞിരുന്നു. അങ്ങനെ വലിയൊരു അത്ഭുതം ഇന്ന് നടന്നു ബ്രദറെ. ഇപ്പൊ അവന്റെ റിസൾട്ട് അനുകൂലമായി അല്ലേ? എല്ലാം അനുകൂലമായി. ഇപ്പൊ മോൻ പഴയതുപോലെ നല്ലതായിട്ട് കാര്യം പറഞ്ഞു. രാവിലെ കാര്യം പറയത്തേ ഇല്ലായിരുന്നു ബ്രദറെ. ഇപ്പൊ നല്ലതായിട്ട് കാര്യം പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഭജ സിസ്റ്റർ ഒത്തിരി നേരം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു ബ്രദറെ. ഞാനും പ്രാർത്ഥിച്ചു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, മോനെ മിടുക്കനായിട്ടിരിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും ഇത് കർത്താവിൻ്റെ വലിയ കൃപയാണ്. സിസ്റ്റർ പറഞ്ഞുള്ളത് തന്നെ, ഇന്ന് കർത്താവ് ഇന്ന് ആ മകൻ്റെ പേര് വെളിപ്പെടുത്തുകയും സിസ്റ്ററും അജയസ്റ്റും ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയും ആലോചനയും ആ മകൻ്റെ ജീവിതത്തിൽ വലിയൊരിത് പറഞ്ഞ പോലെ സഹോദരി വളരെ സന്തോഷത്തോടെ ഇന്ന് ആ മകൻ്റെ അത്ഭുതത്തെ സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കി. ഗോഡ് ബ്ലെസ് യു. ആലോചന സ്വീകരിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് വലിയൊരു അനുഗ്രഹമാണ്. ആ കൃപ, ആ സാക്ഷ്യം എന്ന് പറയുവാൻ ദൈവം ഒരുക്കിയല്ലോ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ബ്രദറെ, പറഞ്ഞു.
ഇന്ന് വൈകിട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, തല പൊട്ടണ വേദനയായിരുന്നു. അപ്പൊ ഞാൻ സിസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുവിധം നന്നായി പക്ഷെ പൂർണ്ണമായി മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഈ പ്രാർത്ഥന ഇട്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കത് മുഴുവനായിട്ട് മാറി ബ്രദറെ. ഇപ്പൊ വേദനയില്ല, പൂർണ്ണമായിട്ട് മാറി. മാറി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ പറഞ്ഞോട്ടെ. പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ ബ്രദറിനെ വിളിച്ചായിരുന്നു 12 മണിക്ക്. എന്റെ പേര് ബീനപ്രഭ എന്നാണ്. എന്റെ ഹസ്ബൻഡിന് പുറം വേദനയായിട്ട് കിടക്കാൻ വയ്യാതെ ഞാൻ വിളിക്കായിരുന്നു. ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ 1 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങാൻ പറ്റി. ഇന്ന് ഇച്ചിരി വേദന നല്ല കുറവുണ്ട് ബ്രദറെ. ആമേൻ. കർത്താവ് ഇന്ന് കൊടുത്ത മാറ്റത്തിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഓക്കെ ബ്രദർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, 1991 ജനിച്ച ബിബിൻ എന്ന് പറയുന്ന മകനുള്ളത് എനിക്കാണ്. ആ മകൻ ഇപ്പൊ ഇല്ല, മരിച്ചുപോയി ആക്സിഡന്റ്. മരണപ്പെട്ടതാണ്. അതെ. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ആ കർത്താവ് വലിയൊരു മരണത്തെ പിന്നെ ആ കുടുംബത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതെ. ആ കേട്ട ആലോചന മുഴുവൻ കേട്ടായിരുന്നു? എന്താ അതിൻ്റെ അകത്ത് വെളിപ്പെട്ടെന്ന് ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞുകൊണ്ട് വന്നത്? മരണത്തെ കുറിച്ച് തന്നെയായിരുന്നു. മരണത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്താ കൂട്ടത്തിൽ പറഞ്ഞത്? ഞാനിപ്പോൾ എന്താ എടുത്ത് ഞാൻ റിപ്പീറ്റ് വയ്ക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് ആ സമയത്ത് എൻ്റെ ഉള്ളിൽ തരുന്ന ആ ഒരു ഫ്ലോ ഉണ്ട്. ആ സമയത്താണ് ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അടയാളം ശ്രദ്ധിച്ചോണം. അത് എന്നോട് കാണിച്ച മരണത്തിൻ്റെ ഒരു അധികാര ഭവനത്തിൽ അതെ, തുടർച്ചയായി സഹോദരൻ മരിച്ചു. മോക്ക് 1.5 വയസ്സായിരുന്നപ്പോഴേ മരിച്ചുപോയി. ഭർത്താവ് മരിച്ചു. മോനെ വളർത്തി 22.5 വയസ്സായപ്പോ മോനും മരിച്ചു. നിങ്ങൾ കേട്ടല്ലോ ഈ കാര്യം. എന്നോട് ഈ മോന്റെ കാര്യം, കുടുംബത്തിലെ കാര്യം വല്ലതും പറഞ്ഞിരുന്നായിരുന്നോ? ഇല്ല. ആ വാക്ക് ശ്രദ്ധിച്ചോണം. മരണത്തിന്റെ അനർത്ഥം കുടുംബത്തിൽ നിന്ന് വിട്ടുമറന്നു. അതിന്റെ അർത്ഥം ഈ മരണം അവിടെ കയറി കൂടിയതാണ്. ഇനി അത് സ്റ്റോപ്പ് ചെയ്യണം. ഇനി ആ കുടുംബത്തിൽ ദുർമരണങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് തമ്പുരാനെ അങ്ങ് ആ കുടുംബത്തെ സഹായിക്കണേ അപ്പ. ഇനി മരണത്തിൻ്റെ ശക്തി ആ കുടുംബത്തിൽ ഒരു തരി പോലും, ഇന്ന് കേട്ട ആലോചന പോലെ തന്നെ യേശുവിൻ്റെ നാമം ദൈവാത്മ വെളിപ്പെടുത്തിയതാണ് കർത്താവെ. ആ മകൻ ഈ ഭൂലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെങ്കിലും അവനെ ഇന്ന് അപഹരിക്കുവാൻ നോക്കിയ പിശാചിൻ്റെ ഇനി ഒരു തന്ത്രവും ആ കുടുംബത്തിൽ ഇനി കയറാതെ വണ്ണം ഞങ്ങളതിനെ വെട്ടി ദൂരെ കളയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ മരണത്തിൻ്റെ ശക്തിയെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു ദുഃഖം, കർത്താവ്, വലിയ ദുഃഖങ്ങളാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ തുടരെ ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന പിശാചിൻ്റെ തന്ത്രത്തെയും ബ്രേക്ക് ചെയ്യുന്നു. വലിയ സമാധാനം, സന്തോഷം ഇനി അത് തിരികെ ലഭിക്കണം അപ്പ. കർത്താവ് അവർക്കൊരു ഇനി ഒരു സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കൃപ കൊടുക്കണേ അപ്പ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ, ഇനി അവിടെ ഒരു അനർത്ഥമോ മരണമോ, ഇനി അവിടെ ദുർമരണം അവിടെ ഇനി സംഭവിക്കത്തില്ല കേട്ടോ. പ്രാർത്ഥിച്ചു കേട്ടോ. എനിക്കറിയാം, കാര്യം വലിയ ദുഃഖത്തിലാന്ന് എനിക്കറിയാം. എങ്കിലും ഇനിയും ഒരു കൺമുമ്പിൽ ഒരു ദുരന്തം ഇനി അവിടെ ഉണ്ടാകത്തില്ല കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു. ഒരു മരം വീട്ടിൽ ഞാൻ പോയിരുന്നേ. അപ്പൊ അവര് ചേട്ടത്തിയമ്മയാണ് പഠിച്ചത്. അപ്പൊ അവര് എന്റെ ഭാര്യക്ക് കഴിഞ്ഞ മാസം 22-ാം തീയതി തൊട്ട് പനിയായിരുന്നു. ഇതുപോലെ ഒരുപാട് ഭാരപ്പെട്ടിരുന്നു. അപ്പൊ അവര് ഈ മരിച്ച പേര് പറഞ്ഞിട്ടും കൂടുതലായി. അപ്പൊ ഒരു ഭാരപ്പെട്ടിരുന്നു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാ പറഞ്ഞ കൈ പിടിച്ചൊക്കെ പ്രാർത്ഥിച്ചു. ഇല്ല, അവര് കടക്കട്ടെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുക, നീ ഇപ്പൊ ചാടി എണീക്കുന്നു, ടെൻഷൻ ആവണ്ട, സമാധാനപ്പെടാ പറഞ്ഞു. ചുറ്റും ആൾക്കാർ കൂടി. അവര് ആശാ വർക്കറാണ് കുടുംബത്തിൽ. അപ്പൊ ഒരുപാട് ഭാരപ്പെട്ടി ടെൻഷനുമായി. പനി മാറുന്നേ ഇല്ല. എത്ര ദിവസമായി പനി, ശക്തമായ പനി, ശ്വാസമുട്ടലും. ഞാൻ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ഒരു 2 മിനിറ്റ് കഴിയേണ്ട ആവശ്യം വന്നില്ല. യേശു വിളിക്കുന്നതായിട്ട് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പൊ തന്നെ നീ ചാടി എണീക്കും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ നിമിഷം ആ സ്ത്രീ എണീറ്റിരുന്നു. എണീക്കാൻ പറ്റാണ്ട് കിടന്ന സ്ത്രീയാണ്. ചുറ്റും ആൾക്കാർ എണീറ്റിരുന്നു. അത് കഴിഞ്ഞ ശേഷം എനിക്കൊന്ന് ബാത്റൂം പോകണം പറഞ്ഞു പോയി. ഒരു അത്ഭുതമാണ് അവിടെ നടന്നത്. ആമേൻ. ഇത് വലിയൊരു സാക്ഷിയാ ഗിരിജേഷ് പറഞ്ഞത്. മരണത്തിന്റെ വക്കിൽ നിന്നയാളല്ലേ? അതെ അതെ അതെ. ഓ, മരണത്തിന്റെ വക്കിൽ നിന്നയാളാണ്. അവിടെ കൊടുത്തത് ചേട്ടത്തിയമ്മ മരിച്ചു. ആ ചേട്ടത്തിയമ്മ മരിച്ച വിവരം കേട്ടപ്പോ ഈ സ്ത്രീക്ക് തീരെ വയ്യാണ്ടായി. ശ്വാസം കിട്ടണേ ഇല്ല. ഞങ്ങൾക്ക് അടച്ചടച്ച് പോവുക.
ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഗ്രജസ്റ്റർ പറഞ്ഞത് ആ ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്നൊരു സഹോദരിയാണ് ആ കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചു കൊണ്ട്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്താണ്, അവിടെ പോയി സമാധാനിപ്പിച്ച് നമ്മൾ പുറമൊക്കെ തടവി കൊടുത്ത് തലയൊക്കെ തടവി കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കുമ്പം ഗ്രജസ്റ്റർ ആ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്രയും ബുദ്ധിമുട്ടുള്ള സഹോദരിയാണ്. പ്രാർത്ഥിച്ച് അതിനുശേഷം അവർ തന്നെ എണീറ്റ് പോയി വെള്ളം കുടിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇടയായി തീർന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ എന്താ വെച്ചാൽ നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹം നിങ്ങൾക്ക് തിരിച്ചറിയത്തില്ലേ. നിങ്ങൾ ഈ കേൾക്കുന്ന പ്രാർത്ഥന മൊത്തവും വിശ്വസിക്കുന്ന വചനം മൊത്തവും നമ്മൾ പലപ്പോഴും വിഷമിച്ചിരിക്കുമല്ലേ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. നിങ്ങൾ ഈ കേട്ടത് മൊത്തവും നിങ്ങളുടെ കുടുംബത്തിലും അനേകർക്കും ഒരു അനുഗ്രഹ സാക്ഷ്യമായിട്ട് മാറും. ഇതാണ് ഇപ്പോൾ ഗൃഹസ്ഥരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ അജാസ്റ്റർ ആയിക്കോട്ടെ ഗൃഹസ്ഥർ ആയിക്കോട്ടെ പല ആളുകളും മറ്റുള്ളവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുമ്പം നിങ്ങളും ഇതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അനേകരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനേകരിലേക്ക് ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തുറക്കുകയാണ്. ഇനിയും പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി വിടുതലാകുക, അനേകർക്ക് സാക്ഷ്യമാകുക. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ, പറഞ്ഞു. എന്റെ വീടിന്റെ കുറച്ചങ്ങോട്ട് മാറി ഒരു വീട്ടിലൊരു മകന് ക്യാൻസർ ആയിട്ട് ഇപ്പൊ കിടക്കുന്നു. ഞാൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കട്ടെ? ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു. അയ്യോ, പ്രാർത്ഥിക്കണമെന്നല്ല, പ്രാർത്ഥിക്കണം. ഏത് രോഗിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവിന് അവനോട് പറയണം, കർത്താവ് നിന്റെ, നമ്മളവിടെ ചെല്ലുമ്പോൾ രോഗിയെ കാണുമ്പോൾ മനസ്സിലാക്കണം ഈ ക്യാൻസർ ആയി കിടക്കുന്ന രോഗിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. നമ്മുടെ ഒരു കഴിവും അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. ഈ വ്യക്തിക്ക് അറിയത്തില്ല. ഈ വ്യക്തിയോട് പറഞ്ഞത് സഹോദര ഇങ്ങനെ പറയണം. ഇനി പറഞ്ഞിട്ട് പുള്ളിക്ക് ചിലപ്പോൾ മനസ്സിലാകാത്ത മാനസികാവസ്ഥയിലായിരിക്കും, അവർ വലിയ ദുഃഖത്തിലായിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ കർത്താവ് ഈ വ്യക്തിക്ക് വേണ്ടിയാണല്ലോ യേശു മരിച്ചത്. അപ്പോൾ മർക്കൂസിൻ്റെ 16 പറഞ്ഞ പോലെ രോഗികളുടെ മേൽ കൈവെക്കാൻ എന്നോട് പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുവാണ്. എൻ്റെ യേശുവേ, അങ്ങ് ഇവൻ്റെ ക്യാൻസർ വഹിച്ചതാണ്. അപ്പം അങ്ങയുടെ മുറിവിൽ ക്യാൻസർ മാറിയിരിക്കുന്നല്ലോ. കൈവച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതം കാണുന്നത് വരെ ചെല്ലുക, പ്രാർത്ഥിക്കുക, വിസിറ്റ് ചെയ്യുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. എന്തോ ബ്രദറെ 91 വർഷത്തില് ബിബിന സിസ്റ്റർ ബിബിന ആ സഹോദരി പറഞ്ഞായിരുന്നല്ലോ. അത് ആ സഹോദരിക്ക് വേണ്ടിയുള്ള കാര്യം വെച്ചാൽ ആ ആലോചന മരണത്തിൻ്റെ ശക്തി ആ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ കേട്ടതുപോലെ വലിയ ദുർമരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നൊരു ഭവനമായിരുന്നു. ആ ബിബിൻ എന്ന് പറയുന്ന കുഞ്ഞ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ മരണത്തിൻ്റെമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ആലോചന വെളിപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഓരോ ആലോചനയ്ക്കകത്തും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട അടയാളം. ഇപ്പോൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ കേൾക്കുന്നവർ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ അന്ന് പറഞ്ഞത് ഞാൻ എന്തുകൊണ്ടാണ് അത് ഓർക്കാത്തത്? ഞാനത് ഓർക്കേണ്ട ഇപ്പം നിങ്ങളിപ്പോൾ പലരും പുതിയ ആൾക്കാരാണ്, പലരും കാണാത്തവരാണ്. ചിലപ്പോൾ ഞാനൊരു ആലോചന പറയുമ്പോൾ എനിക്ക് ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഞാൻ പറയും 9 കൃപാവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു കൃപാവരങ്ങൾ ആ സമയത്ത് തുറക്കും. അത് തുറന്ന് അതിലൂടെയാണ് ഇതെല്ലാം നിങ്ങളുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിലൂടെ എടുത്ത് സംസാരിക്കുകയാണ്. ആ സമയത്ത് അത് തുറന്നു വരികയും ആ സമയത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ചിലപ്പോൾ ഞാനത് കഴിയുമ്പോൾ മറന്നുപോകും. കാര്യം എനിക്കത് ഓർക്കേണ്ട കാര്യമില്ല, ഞാനത് ഓർത്തിരിക്കേണ്ട കാര്യം. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലത് ഓർത്തിരിക്കുന്നിരിക്കും, ചിലത് ഞാൻ മറന്നുപോകും. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞൊരു ആലോചനയോട് ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ബ്രദർ അന്ന് പറഞ്ഞാലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ യൂട്യൂബിൽ ഇത് റെക്കോർഡാണ്. ഇതെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് റെക്കോർഡായി കിടപ്പുണ്ട് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരോടും ഞാൻ പറയുകയാണ്, മുഴുവൻ പറയുകയാണ്, എല്ലാം ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷിയുണ്ടോ? 1-2 സാക്ഷ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് പറഞ്ഞു. എന്റെ മകന്റെ കല്യാണം ശരിയായിട്ടുണ്ട്. അപ്പോ മോന്റെ കല്യാണത്തിന് അവന്റെ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇത്തിരി എതിർപ്പിലായിരുന്നു. അപ്പൊ ഞാൻ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ ബ്രദറിന്റെ പ്രയർ കേട്ടിട്ട് പ്രതികൂലത്തെ അനുകൂലമാക്കി മാറ്റണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ആഴ്ചയോളം ഞാൻ ഉപവാസം എടുത്തു. ഇപ്പൊ ജനുവരി 30 കല്യാണം. ഇപ്പൊ ആ മോളുടെ പപ്പ ബഹ്റൈനിലാണ് അവര് സെറ്റില്. മോള് ഇവിടെ തൃശ്ശൂര് ജോലി ചെയ്യാണ്. ഞങ്ങളുടെ വീടും തൃശ്ശൂര് തന്നെയാണ്. അപ്പൊ പപ്പ വിളിച്ചിട്ട് കല്യാണത്തിന് അനുകൂലം പറഞ്ഞു. അവര് നാട്ടില് വരും 30 മുന്നായിട്ട്. അപ്പൊ അത് ഞാൻ വലിയൊരു സാക്ഷിയായിട്ട് പറയാണ് ബ്രദറെ. തീർച്ചയായിട്ടും ഇന്ന് കർത്താവ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വലിയ വഴികളെ തുറക്കുന്ന ദൈവമാണ്, സാക്ഷ്യങ്ങളെ തുറക്കുന്ന ദൈവമാണ്. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായിത്തീരും. ഇനിയും വലിയ പ്രവൃത്തികളെ കണ്ണുകൊണ്ട് കാണാനും
കേൾക്കാനും കർത്താവ് സഹായിക്കും. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. പിന്നീട് നമുക്ക് തുടർച്ചയായിട്ട് സാക്ഷ്യങ്ങളെ കേൾക്കാൻ ഇടയായിത്തീരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇത് ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മുടെ വീഡിയോസും എല്ലാം നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാനിപ്പം അപ്ലോഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും എനിക്കിതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ബാക്കി എപ്പോഴും നിങ്ങൾ വിളിച്ചാൽ കുഴപ്പമില്ല, അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിളിക്കരുതെന്നല്ല, ഈ സമയം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നാളെയും നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കൂടാം. ഞാൻ ലൈവിൽ ഇപ്പോൾ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുകയാണ്. ലൈവിൽ കാണുന്നവർ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ കമൻ്റായിട്ട് സാക്ഷി ഇടുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ കമൻ്റായിട്ട് സാക്ഷി ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ട്. പക്ഷേ നിങ്ങൾ ആ സാക്ഷ്യം താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രെയർ ലൈനിലെ നമ്പറിലേക്കോ നിങ്ങൾ അയക്കുകയാണെങ്കിൽ വീഡിയോ വോയിസ് റെക്കോർഡായിട്ട് നിങ്ങൾ നേരിട്ട് പറയുന്നത് വലിയ സന്തോഷം. ഞങ്ങളുടെ കാര്യം ദൈവം ചെയ്ത അത്ഭുതങ്ങൾ മിണ്ടാതിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് പിശാചിന് മാത്രമേ സന്തോഷമുള്ളൂ. വെറുതെ പിശാചിനെ സന്തോഷിപ്പിക്കാതെ കർത്താവിനെ സന്തോഷിപ്പിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്തു. ധൈര്യമായിട്ട് സഹോദരിമാരൊക്കെ പറഞ്ഞുകൊണ്ട് സഹോദരന്മാരൊക്കെ യേശു ചെയ്തത് അത് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ മാനിക്കുകയാണ്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ എന്ത് ചെയ്യുക, നേരിട്ട് വന്ന് സാക്ഷ്യങ്ങൾ പറയുക. നിങ്ങളുടെ സാക്ഷ്യം, ഞാൻ പറയും, എനിക്ക് സാക്ഷ്യം കേട്ടതുകൊണ്ട് എൻ്റെ വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ട് ഞാൻ ഈ സാക്ഷിയൊക്കെ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുന്നതും എൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടെ വർദ്ധിക്കുകയാണ്. എനിക്ക് പിന്നെയും പ്രാർത്ഥിക്കാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പിന്നെയും നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ എനിക്ക് പിന്നെ ഇൻസ്പിറേഷൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വലിയ വിലയേറിയതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ലെങ്കിൽ ലൈവ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം.